നിർത്തി എല്ലാവരും ഒരു 3 ഹല്ലേലൂയ മുഴക്കിയാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the most holy name of our Lord Jesus Christ be magnified this evening also. അനുഗ്രഹീതമായ നമ്മുടെ സുവിശേഷ പ്രസംഗ യോഗത്തിന്റെ 2ാം ദിന രാത്രി യോഗത്തിനായി ആദ്യമായി കർത്താവിനെ സ്തുതിക്കുകയാണ്. We first of all would like to praise God for the second day of this gospel meetings. ദൈവവചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും We extend our greetings and invitation to all those brothers and sisters who have accepted our invitation and have come here to listen to the word of God, and to all the hearers of our voice in and about this region. അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷകൾ ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നു. And hitherto the Lord gave us blessed services. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാനും നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാനും ദൈവം കൃപ ചെയ്തല്ലോ. And the Lord helped us to sing blessed songs and to renew our hope. അനുഗ്രഹീതമായ ഒരു അനുഭവ സാക്ഷ്യവും ദൈവം നമുക്ക് തന്നു. And God gave us also a blessed testimony. ഈ രാത്രിയില് ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ധ്യാനിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. Shall we surrender ourselves into the hand of God to listen to His voice, and shall we continue to be in prayer? കഴിഞ്ഞ രാത്രിയിൽ നാം ധ്യാനിച്ച തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. വിശുദ്ധ ബൈബിൾ തുറന്ന് 65-ാം സങ്കീർത്തനം അതിന്റെ 2ാം വാക്യം നമുക്ക് വായിക്കാം. Shall we bring our attention to the portion of word that we meditated upon yesterday, Psalm 65 verse 2. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. O thou that hearest prayer, unto thee shall all flesh come. പ്രശ്നകലുഷിതമായ ഒരു ലോകത്തിലാകുന്നു ഞാനും നിങ്ങളും പാദങ്ങൾ ഊന്നിയിരിക്കുന്നത്. We are gathered together in a world which is full of problems. വിജ്ഞാനപരമായും ശാസ്ത്രീയവും സാമ്പത്തികമായും മനുഷ്യൻ ഉയർച്ചയിൽ എത്തിയിരിക്കുന്നുവെങ്കിലും മനുഷ്യൻ മുൻകാലത്തെക്കാൾ സ്വസ്ഥതയില്ലാതും സമാധാനവുമില്ലാതെയാണ് ജീവിക്കുന്നത്. Even though man has advanced scientifically, technologically, and in all manner of wisdom, man is living in a situation or in a place without any peace or rest whatsoever. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, കുടുംബകലഹങ്ങളൊക്കെ മനുഷ്യനെ ഇന്ന് ദുഃഖത്തിലും ഭീതിയിലും ആഴ്ത്തുകയാണ്. The increasing number of suicides and family problems and quarrels are putting man in a dilemma. മാരകമായ രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുകയാണ്. And terrible sicknesses are waiting to take hold of man. മറുസൈഡിൽ പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യനെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. On the other side, natural calamities are wiping away mankind from the face of this earth. മാത്രമല്ല മനുഷ്യൻ നിരാശയോടെ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. We are living in the times when man is living in utmost sorrow. വമ്പൻ രാജ്യങ്ങളൊക്കെ തങ്ങളുടെ ആയുധപ്പുരകളൊക്കെ വലുതാക്കി ഇന്ന് ഈ കാണുന്ന മനോഹരമായ പട്ടണങ്ങളെയൊക്കെ ചുടലക്കളമാക്കി തീർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. All the developed countries are amassing great weapons of mass destruction which can bring about all these developed cities into mere dust in but a moment. ഇനി എത്ര കാലം ഈ ലോകം മുൻപോട്ട് പോകും എന്ന് ആർക്കും തന്നെ ഉറപ്പോടെ പറയുവാൻ കഴിയില്ല. No one can say with any confidence or boldness how much longer this world can remain. ആകാശവും ഭൂമിയും മാറിപ്പോയാലും തിരുവചനത്തിന് മാറ്റമില്ല. Even though the heaven and earth may pass away, the word of God will not change or pass away. ഈ ലോകത്തിന് മാറ്റം സംഭവിക്കാം, ഈ ലോകത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്കും നിറവേറുന്നതാണ്. ആ വചനം എന്നേക്കും സ്ഥിരമാണ്. And even though the world and all that is therein in the world might change or it can fleet away, but the word of God and the power of the word of God is lasting and it will endure forever. നാം വായിച്ച വാക്യം, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. With the portion of word that we read was, O thou that hearest prayer, unto thee shall all flesh come.
BC 1000-ഓടനുബന്ധിച്ച് യെരൂശലേമിന്റെ വീതിയിൽ ജീവിച്ചിരുന്ന ദാവീദ് എന്ന ഭക്തന്റെ വാക്കുകളാണ് അത്. These were the words of David who lived in Jerusalem around the time of 1000 BC. വളരെ പ്രതാപത്തോടുകൂടെ ജീവിച്ച് യെരൂശലേമിനെ ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾ ഭരണം ചെയ്ത് ആയുസ്സും മാനവും ധനവും തികഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. David was a person who lived in much splendor and ruled Jerusalem for almost 4 decades with utmost wealth and all splendor. ദാവീദിന്റെ സുവർണ ഭരണകാലം ലോക ചരിത്രത്തിൽ പോലും സാക്ഷ്യം പിടിച്ചിട്ടുണ്ട്. Even the golden reign of David has captured the minds of history. ഭൂലോകത്തെ വളരെ പ്രതാപത്തോടുകൂടെ അടക്കി ഭരിച്ച ദാവീദ് പറയുകയാണ്, സകല മനുഷ്യനും ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നേ മതിയാകൂ. This David who ruled Jerusalem, he says all men, it's essential for all men to come unto God. കഴിഞ്ഞ രാത്രിയിൽ ഈ വചനത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ നാം ചിന്തിക്കുവാനിടയായി. We meditated on the first half of this word, of this portion of the word yesterday. സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്നും ഈ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്നും ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് നാം ചിന്തിക്കുവാനിടയായി. We meditated that there is an Almighty God and all that is in the world is controlled by this God, and man is also a creation of this God. മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നു എന്നുള്ള വിഷയം നാം ചിന്തിച്ചപ്പോൾ, when we meditated why should man come unto God, 65-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം നാം ധ്യാനിക്കുവാനിടയായി. മനുഷ്യന്റെ അകൃത്യത്തിനും അതിക്രമത്തിനും പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. The first reason for why man should come unto God, we meditated on verse 3, because of the solution for the iniquities and transgressions of man can only be found with God. മനുഷ്യന്റെ അകൃത്യവും അതിക്രമവും ഒക്കെ പരിഹരിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് കാൽവറി ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി മരിച്ചു എന്ന് നാം ചിന്തിച്ചു. We meditated that God sent his only begotten son Jesus to this world for the propitiation of the sins of mankind, and he died on the cross of Calvary. കാൽവറി ക്രൂശിലൂടെ മനുഷ്യന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. മാത്രമല്ല മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും നൽകുന്നു, നിത്യജീവന്റെ പ്രത്യാശയും നൽകുന്നു. And all the problems of man is solved at the cross of Calvary, and he is promised peace and comfort and rest over there. ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ട അടുത്ത 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്ന മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ 65-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചാട്ടെ. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരായി തീരും. We shall be satisfied with the goodness of thy house, even of thy holy temple. മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരും എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ആലയത്തിന്റെ നന്മ മനുഷ്യൻ അനുഭവിക്കുവാൻ കഴിയും. The next reason why man should come unto God is man should enjoy the goodness of the house of God. ദൈവ സൃഷ്ടിയായ മനുഷ്യന് ദൈവത്തോട് അടുക്കുവാൻ ദൈവം ആലയം നൽകി കൊടുത്തിരുന്നു. And God created the house of God for man so that he might enjoy the goodness of God. ദൈവ സൃഷ്ടിയായ മനുഷ്യന് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം ആലയം നൽകി മനുഷ്യന്. And God created the house of God so that the creation of God, the man, can enjoy the presence of God. ഓരോ കാലയളവിലും ഈ ഭൂമിയിൽ ഓരോ ആലയങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. And but as the centuries passed through the ages, we see there were different types of temples in this world. BC 1500-നോടനുബന്ധിച്ച് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ആലയമായിരുന്നു സമാഗമന കൂടാരം എന്നറിയപ്പെടുകയാണ്. Around the time of BC 1500, we see the temple of God, which is the tabernacle. ദൈവഭക്തനായ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അതിൻ പ്രകാരം പണിത ആലോചന പ്രകാരവും പ്ലാനിൻ പ്രകാരവും പണിതുയർത്തിയ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന 1-ാമത്തെ ആലയമാണ് സമാഗമന കൂടാരം. അത് 500 വർഷം ഭൂമിയിൽ നിലനിന്നിരുന്നു. And the first temple of God, which was erected in the wilderness as the revelation and counsel and advice of God given to Moses, was built in 1500 BC and was in the wilderness for around 500 years. ആലയം മാറ്റപ്പെട്ട പിന്നീട് ശലോമോൻ രാജാവായപ്പോൾ താനൊരാലയം പണിതു. അത് ശലോമോന്റെ ആലയം എന്നറിയപ്പെടുന്നു. BC 1000-ഓടനുബന്ധിച്ച്
ആലയം പണിതുയർത്തി. And the nextly we can see after that time passed, King Solomon, he built another temple which was known as Solomon's temple, which was erected and built around BC 1000. ഏകദേശം ഏതാണ്ട് 400 വർഷം ആലയം ഭൂമിയിൽ ഉണ്ടായിരുന്നു. And that temple was on this earth for around 400 years. അതിനുശേഷം സെരുബ്ബാബേൽ ആലയം പണിതുയർത്തി. Thereafter Zerubbabel, he built the temple. അത് 350 വർഷം ഈ ഭൂമണ്ഡലത്തിലുണ്ടായിരുന്നു. And that was remaining on this earth for 350 years. എന്നാൽ വർഷങ്ങൾ കൊണ്ട് അതിനുശേഷം ഹെരോദാവ് ഒരു ആലയം പണിതുയർത്തി. Thereafter Herod the king, he also built another temple. ആ ആലയം ഭൂമിയിൽ നിൽക്കുമ്പോഴാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നത്. Jesus appeared on this earth when that temple was on this earth. യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിലേക്ക് വരുന്ന ഭാഗം നമുക്കറിയാം. We know the circumstances where Jesus came into the temple at Jerusalem. മശിഹായ്ക്ക് വേണ്ടി മാത്രം ആലയത്തിൽ ഒരു കസേര അല്ലെങ്കിൽ ഒരു ഇരിപ്പിടം മാറ്റിയിട്ടിരുന്നു. And there was a chair or a seat which was separated for Messiah. എന്നാൽ യേശു പുരോഹിതന്റെ കയ്യിൽ നിന്ന് വചനം വാങ്ങി വായിക്കുവാനിടയായി. And it came to pass that Jesus took the portion of scripture from the priest and he started to read that portion. പുസ്തകച്ചുരുൾ തിരിച്ചു കൊടുത്തിട്ട് താൻ പോയി ആ മശിഹായ്ക്ക് വേണ്ടിയുള്ള കസേരയിൽ ആ ഇരിപ്പിടത്തിൽ പോയിരിക്കുക. He returned back the scroll and he went and sat in the seat which was designated for the Messiah. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യേശു പുസ്തകം തിരിച്ചു കൊടുത്തു പോയിരുന്നു, എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ മേലായി. And that's why it is written, he returned the scroll, Jesus went and sat, and all the eyes were upon him. മാത്രമല്ല യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിവള്ളി. And looking at the temple at Jerusalem, he said, I am the true vine. ഹെരോദാവ് വർഷങ്ങൾ കൊണ്ട് പണിതുയർത്തിയ യെരൂശലേം ദേവാലയത്തിൽ ആലയത്തിന്റെ പ്രതിഷ്ഠാ ദിവസം സ്വർണം കൊണ്ടുള്ള ഒരു മുന്തിരിച്ചെടി ആലയത്തിന് സമ്മാനമായി കൊടുത്തു. And Herod the king, during the dedication of the temple, he gave a gift of a golden vine. ആ ആലയത്തിന്റെ ഭിത്തിയിൽ ആ മുന്തിരിച്ചെടി തൂക്കിയിട്ടിരിക്കുക. And the vine was hanging on the wall of the temple. യേശു ആ ആലയത്തെ നോക്കിയിട്ട് ആ മുന്തിരിച്ചെടിയെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇതല്ല സാക്ഷാൽ മുന്തിരിവള്ളി, ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിവള്ളി. Jesus, looking at that vine, he said, that is not the true vine, I am the true vine. അങ്ങനെ ദൈവത്തിന്റെ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിന്റെ ഭംഗിയും എല്ലാം കണ്ടുകൊണ്ട് സ്ലീഹന്മാർ പറഞ്ഞു, യേശുവേ ഈ ആലയം എത്ര മനോഹരമായിരിക്കുന്നു എന്ന്. And looking at the beauty and the construction of the temple, the disciples they saw the temple and they told Jesus, look how beautiful this temple is. എന്നാൽ യേശു പറഞ്ഞു, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല, എല്ലാം ഇടിഞ്ഞു പോകും. And he said, this temple will be destroyed and no stone will be laying upon another. AD 70 യെരൂശലേം ദേവാലയം തീക്ക് ഇരയായി തീർന്നു. And this temple was prone to fire in AD 70. ഒരു പടയാളി പന്തം കത്തിച്ച് ആലയത്തിലേക്ക് എറിഞ്ഞു. And one soldier, he lit a torch and he threw it into the temple. ആലയത്തിലെ പൊന്നും വെള്ളിയും എല്ലാം ഉരുകി ഭൂമിക്കടിയിലേക്ക് പോയി. And all the gold and silver within the temple, it melted and went into the earth. പിൻകാലത്ത് ആ പൊന്നും വെള്ളിയൊക്കെ എടുക്കുവാൻ വലിയ യന്ത്രക്കലപ്പകൾ കൊണ്ടുവന്ന് ആലയം ഇരുന്ന സ്ഥലം ഉഴുതുമറിച്ചു. And many excavators were brought thereafter, many centuries later, in order to dig up that gold and silver, and they dug up that area where the temple was. യെരൂശലേം ദേവാലയം ഇരുന്ന ആ സ്ഥലത്ത് അതിന്റെ എല്ലാ കല്ലുകളും ഉഴുതുമറിക്കുവാനിടയായി. And when the excavators were brought, they broke down every stone which was put upon the other. യേശുനാഥൻ പറഞ്ഞു, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. And Jesus, he told, the stone shall not be upon another stone of this temple. മീഖാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഒരു പ്രവചനം കിടപ്പുണ്ട്, സിയോനെ വയൽ പോലെ ഉഴുതുകളയും എന്ന്. And in Micah chapter 3 and in verse 12, we can see a prophecy about the destruction of the temple. അങ്ങനെ യെരൂശലേം ദേവാലയം ഇരുന്ന സ്ഥലത്തെ ആലയത്തിന്റെ എല്ലാ കല്ലുകളും ഉഴുതുമറിച്ച് ഒരു കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ സകലതും ഇടിഞ്ഞു മാറി. And Zion shall be plowed as a field. And similarly, the temple at Jerusalem was destroyed and razed to the ground, so that there was no stone upon another stone. എന്നാൽ ഇന്ന് അവിടെ യെരൂശലേം ദേവാലയം ഇല്ല, പക്ഷെങ്കിൽ അവിടെ ഒരു മതിലിന്റെ ഒരു ഭാഗം മാത്രം
മാത്രമുണ്ട്. Now there is no temple in Jerusalem, but there is a remnant of a wall of the temple in Jerusalem. അതിനെ വിലാപമതിൽ എന്നറിയപ്പെടുകയാണ്. And that is known as the wailing wall, the weeping wall. യഹൂദൻ നെറ്റിയിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊരാലയം വേണം എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And the Jews, they strike their heads upon the wall, crying and praying, we need another temple, we need another temple. അങ്ങനെ അക്ഷരികമായ മനുഷ്യന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട ആലയങ്ങളെയെല്ലാം ദൈവം കൈവിട്ട് കളഞ്ഞു. And God forsook all the temples that was built by human hands. ഞാൻ പറഞ്ഞു എല്ലാ കാലയളവിലും ഓരോ ആലയങ്ങളെ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. I told you in different periods there were different temples on this earth. ഇന്ന് മനുഷ്യന്റെ കൈപ്പണിയാൽ നിർമ്മിക്കപ്പെട്ട ആലയങ്ങളൊന്നും ഇല്ല. എന്നാൽ ഇന്ന് ഭൂമിയിലുള്ള ആലയം സഭയാം ദേവാലയമാണ്. Now there is no any literal temple. The temple which is remaining now is the abstract church, which is the temple of God. ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയമാണ് ഇന്ന് ഭൂമിയിലുള്ളത്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സഭയാം ദേവാലയത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. And in 1 Timothy 3:15 we can see about the church of the living God, which is the house of God or the church of God. ദൈവത്തിന്റെ സഭയാം ദേവാലയം ആരംഭിച്ചത് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിലേക്ക് അയച്ചപ്പോഴാണ് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സഭയാം ദേവാലയം ആരംഭിച്ചത്. The church of the living God commenced when Jesus ascended to heaven and he sent down the promised Holy Ghost upon the disciples. ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ ആരുടെയും സ്വന്തമല്ല. When it means the church of God, does not belong to anyone specifically. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തു രക്തം നൽകി വീണ്ടെടുത്തതാണ്. The church of God is redeemed by the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് ദൈവസഭ എന്ന് പറയുന്നത്. The price of the church of God is the blood of Jesus. സഭയ്ക്ക് വേദപുസ്തകത്തിൽ പല കാര്യങ്ങളോട് സഭയെ ഉപമിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. We can see in the word of God, the church of God is likened to many things. ഒന്ന് സഭ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തോട് ഉപമിച്ചിരിക്കുക. Firstly, the church is likened to the body of a man. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ when we read Colossians, the epistle, chapter 1, verse 18, യേശുക്രിസ്തുവിനെ കുറിച്ചും സഭയെ കുറിച്ചുള്ള ഒരു വലിയ ബന്ധം അവിടെ കാണുവാൻ കഴിയും. we can see a great connection between Christ and the church. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. It is mentioned that Christ is the head of the body, the church. അപ്പോൾ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ഒരു ശരീരവും അതിന്റെ തല എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമാണ്. So from this we can understand the church is the body and Christ is the head of that body. ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്കുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് അവന്റെ തലയാണ് നിയന്ത്രിക്കുന്നത്. We see the body of a man is controlled by the head of that man. മനുഷ്യനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ സഭയുടെ തലയായ ക്രിസ്തുവാകുന്നു. The church of God is controlled by the head of the church of God, which is Christ. യേശുക്രിസ്തുവിൽ നിന്നാണ് സഭയ്ക്ക് വാഴ്ചയും അധികാരവും ഭരണവും എല്ലാം പുറപ്പെടുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. From Christ the dominion, the ruling of the church is established. അല്ലാതെ വേറെ ഒരു വിധത്തിലുമല്ല സഭയുടെ ഭരണക്രമം എന്ന് പറയുന്നത്. In no other way is the order of the ruling of the church. 10 പേര് കൂടി നറുക്കിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തി അങ്ങനെ സഭയിൽ അധികാരം സൃഷ്ടിക്കിയാൽ we are not choosing 10 people, a general body of 10 people, and doing an election to select the leader of the church. വാഴ്ചയും അധികാരവും എല്ലാ ഭരണവും പുറപ്പെടുന്നത് സഭയോ അല്ലെങ്കിൽ ശരീരമാകുന്ന സഭയുടെ തലയാകുന്ന ക്രിസ്തുവിൽ നിന്നാണ്. All power, authority, dominion proceeds from the head of the church, which is Christ. ശരീരത്തിന്റെ തല ക്രിസ്തു അല്ലെങ്കിൽ ദൈവസഭയുടെ തല ക്രിസ്തുവാകും. The head of the church of God is Christ. ബൈബിൾ പറയുന്നു പലരായ നാം ഒരു ശരീരമാകുന്നു. And the word of God says, by many members we are the church. അങ്ങനെയെങ്കിൽ ഈ ശരീരം ഈ തലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവസഭ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കണം. So this body, this church should give it utmost priority to the head, which is Christ. ഇന്ന് സഭകൾ ധാരാളമുണ്ടെങ്കിലും തലയായ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. We see many churches in this world, but all those churches do not give any significance to Christ the head. യേശുക്രിസ്തുവാണ് സഭയെ നിയന്ത്രിക്കേണ്ടത്.
Jesus Christ must solely control the church. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത് തലയെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. And that is why in Colossians chapter 2 verse 18 it is mentioned holding the head. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഒരു ദൈവഭക്തന്റെ ജീവിതയാത്ര എന്ന് പറയുന്നത്. The life journey of a saint of God is a journey wherein he must hold on to Christ. തല നഷ്ടപ്പെട്ടു പോയാൽ ആ ശരീരം നിർജീവമാണ്. When a man loses his head, that body becomes lifeless. യേശുവുമായുള്ള ബന്ധം സഭയ്ക്കില്ലെങ്കിൽ ആ സഭ നിർജീവമാണ്. When a church loses its connection with Christ the head, that church becomes lifeless. യേശുവുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ഉപദേശങ്ങൾക്കും യേശുവിന്റെ എല്ലാവിധമായ അനുഭവങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് എല്ലാ കാര്യങ്ങൾക്കും ആ ഉപദേശങ്ങൾക്കും എല്ലാം നിയന്ത്രിക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. When it means the connection with the head of Christ, it means the connections with the experiences of Jesus, with the counsels of Jesus, with the death and the resurrection and all the connected doctrines of Jesus. തല നഷ്ടപ്പെട്ടു പോയാൽ ആ ശരീരം നിർജീവമാണ്. When the head is lost, that body becomes lifeless. ക്രിസ്തുവുമായി ബന്ധം ഇല്ലെങ്കിൽ പിന്നീട് ആ സഭ ദൈവസഭയല്ല. When the church of God loses its connection with Christ, that church is no longer the church of God. ശരിയുമായി ചിന്തിച്ചാലും തല നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? And literally thinking, if we lose the head, what is the significance? ഒരിക്കൽ ഒരാള് തെങ്ങിന്റെ മുകളിൽ കയറി കാല് തെറ്റി താഴെ വീണു. One man, he climbed a coconut tree, he slipped and fell to the ground. തല തെറിച്ച് അപ്പുറത്തെ പറമ്പിൽ പോയി ഉടൽ ഇപ്പുറത്തും കിടക്കുക. And the body, the head, it broke off and fell to the other ground, and the body is lying on this ground. അപ്പോൾ വീട്ടുകാരി അറിയിച്ചു, എന്റെ ഭാര്യ ഓടി വന്നു. And this man's wife, she came running. ഭാര്യ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, എന്റെ ഈശ്വര, ഇതിൽ വലുതേതാണ്ട് വരാനിരുന്നതാ. And this woman, she claps her hands to her chest. Oh Lord, something greater was supposed to happen. ഇത് എന്താ വലുതരാനിരിക്കാൻ? തല തെറിച്ച് അപ്പുറത്തെ പറമ്പിൽ കിടക്കുക. What greater is supposed to happen? The head itself is lying on someplace else. അപ്പോൾ തലയുമായി ബന്ധമില്ലെങ്കിൽ അത് നിർജീവമാണ്. When there is no connection with the head, that body is lifeless. ഒരിക്കലും ഒരു വലിയ അപകടം നടന്നു. ഒരു ബസ് അപകടം നടന്നപ്പോൾ അനേകർക്ക് അപകടം പറ്റി, അനേകർക്ക് ശരീരത്തിന് മുറിവുണ്ടായി. എല്ലാവരെയും കൂടെ വാരി കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ട് ഏതാണ്ട് 10-40 പേരുണ്ടായിരുന്നു. There was a terrible bus accident. Around 40 members they met with much grievous bruises and injuries, and all of them were collected together and taken to the hospitals. ഡോക്ടർമാരുടെ കുറവ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും കൂടെ കൂടി മുറിവ് കയറ്റവരെയൊക്കെ തുന്നിക്കെട്ടാൻ തുടങ്ങി. And there was a lack of doctors, and everyone who were there, they started to bind up all the wounds and started to stitch it up. അങ്ങനെ ഒരാളുടെ കാലിലെ മുറിവ് ഇങ്ങനെ തുന്നിക്കെട്ടി വന്നപ്പോൾ തലയില്ല. And that one man started to stitch it up from the leg and upwards. He stitched all the bruises and came up, but when he came to the neck, he found there was no head. തലയില്ലാതെ എന്തെല്ലാം ചികിത്സിച്ചാലും എന്തെല്ലാം ചെയ്താലും യാതൊരു പ്രയോജനവും. No matter what sort of treatment you do to a body which has no head, it holds no purpose. യേശുക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാതെ എന്തെല്ലാം ചെയ്താലും യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. No matter if you do not give significance to Jesus and do not do anything, it proves to be futile. അപ്പോൾ ദൈവത്തിന്റെ സഭ നിയന്ത്രിക്കപ്പെടുന്നത് തലയാകുന്ന ക്രിസ്തുവിലൂടെയാണ്. ഇന്ന് ദൈവത്തിന്റെ സഭയെ പരിപാലിച്ച് പോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് ക്രിസ്തുവാകുന്നു. And this church is nourished and cherished by the head of the church, which is Christ. അതുകൊണ്ട് തലയായ ക്രിസ്തു സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? So what is the head, which is Christ, doing for the body, which is the church? അത് അനേക നന്മകൾ ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. So many goodness this head is providing for the body, which is the church. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, when we read in the epistle to the Ephesians chapter 1, ക്രിസ്തേശുവിൽ സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് അത് കൊടുത്തിരിക്കുകയാണ്. and he has filled with all and
ക്രിസ്തേശുവിൽ. And in Christ Jesus he has filled them with the fullness of him that filleth all in all. അപ്പോൾ ദൈവസഭയ്ക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിരിക്കുന്നത്. So this church, so all the blessings are provided to this church. ഇന്ന് രാത്രി ആ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയായി. And God has given us the privilege to be filled with all these heavenly blessings tonight. ആത്മാവിൽ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. And the Lord helped us to worship him in the spirit. അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിപ്പാനിടയായി തീർന്നു. And the Lord gave us the privilege to speak with him with unknown tongues. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനിടയായി. And the Holy Spirit himself spake to us. അനേകരെ കർത്താവ് സൗഖ്യമാക്കുവാനിടയായി. And the Lord healed many tonight. അനേകർക്ക് പ്രത്യാശ വർദ്ധിക്കുവാനിടയായി തീർന്നു. And many's hope were renewed tonight. ഇതെല്ലാം ദൈവത്തിന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ആലയത്തിന്റെ നന്മയാ. And these are all the goodness of the house of God which is given to the church of God. എന്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നു? പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. Oh, thou that hearest prayer, unto thee shall all flesh come. Why should man come unto God? മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം. കാരണം ആലയത്തിന്റെ നന്മ കൊണ്ട് അവൻ തൃപ്തി പ്രാപിക്കണം. The reason why man should come to God is so that he might enjoy the goodness of the house of God. ആലയത്തിന്റെ നന്മ കൊണ്ട് മനുഷ്യൻ തൃപ്തി പ്രാപിക്കണം. The man should be satisfied with the goodness of the house of God. ഇന്ന് എവിടെ നോക്കിയാലും മനുഷ്യന് തൃപ്തിയില്ലാത്തൊരു ജീവിതമാണ്. Nowadays man is living a life without any contentment whatsoever. മനുഷ്യന് തൃപ്തിയില്ല. Man is not satisfied. തൃപ്തിയില്ലെന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ട്. And there are two things which is not satisfied. സദൃശവാക്യങ്ങൾ 27:20 വാക്യം വായിക്കുമ്പോൾ When we read Proverbs 27:20, അവിടെ എഴുതിയിരിക്കുന്നു, നരകത്തിനും പാതാളത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. it is mentioned hell and destruction are never full. വായിക്കാം വാക്യം. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. തൃപ്തി വരുന്നില്ല. And hell and destruction are never full. നരകത്തിനും പാതാളത്തിനും ഒരിക്കലും തൃപ്തി വരും. And hell and destruction are never satisfied. എന്താ കാര്യം? And secondly, നരകത്തിലേക്കും പാതാളത്തിലേക്കും മനുഷ്യനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. and man is drawn towards hell and towards his Hades. അവിടെ എത്ര പേര് ചെന്നാലും അവിടെ തൃപ്തിയാകുന്നു. No matter how many people go there, hell is never satisfied. അതെ, നരകത്തിനും പാതാളത്തിനും തൃപ്തി ഉണ്ടാകുന്നില്ല. And hell and destruction are never satisfied. എത്ര പേരെ അങ്ങോട്ട് കൊള്ളിക്കാമോ അത്രയും പേരെ അങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുക. How many people it can accommodate, so many people, so much people are drawn towards it. നരകത്തിന്റെയും പാതാളത്തിന്റെയും അധിപതി അതിനുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുക. Because the leader of hell and destruction have kept the doors open. അതിനെക്കുറിച്ച് യേശു പറഞ്ഞത് നാശത്തിലേക്കുള്ള വഴി വീതിയും വിശാലവുമാകും. And that is why Jesus said the way towards destruction is very wide. അതിലൂടെ കടക്കുന്നവർ അനേകരാ. And many are those who pass there too. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we read the gospel according to St. Matthew chapter 7, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ when we read verses 13 and 14, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ അത് ഇടുക്കമാണ്. narrow is the way which leadeth unto life, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. and few there be that find it. നാശത്തിലേക്ക് പോകുന്ന വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതിലൂടെ പോകുന്നവർ അനേകരാണ്. And the way towards destruction is wide open, and many are the people who are going through that path. അതുകൊണ്ടാണ് നരകത്തിനും പാതാളത്തിനും ഒരിക്കലും തൃപ്തി വരുന്നത്. That is why hell and destruction are never satisfied. ഒരിക്കലൊരു യൗവനക്കാരൻ കണ്ട ദർശനം. Once a young man saw a dream. അവന് ദൈവമകനായിട്ടൊക്കെ ജീവിച്ചെങ്കിലും പിന്നീട് പിന്മാറിപ്പോയി, പിന്മാറ്റം ഉണ്ടായി. He grew up as a man, as a child of God, but he backslid. ഇവനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ഒരു ദർശനം കൊടുത്തു. But God gave him a vision to bring him back, to reinstate him. അവൻ ഒരു ദിവസം രാത്രിയിൽ കാണുകയാണ്, രണ്ട് വാതിൽ താൻ കാണുകയാണ്. In the night, in the dream, he is seeing two doors. ഒരു വാതിൽ വളരെ ദുർഘടം നിറഞ്ഞതാണ്. And one door is very filled with troubles. അവിടെ ആകർഷിക്കത്തക്കതായതൊന്നുമില്ല. There is nothing attractive in that door. എന്നാൽ അടുത്തൊരു വാതിൽ, മനോഹരമായ ഒരു വാതിൽ,
ആ വാതിലിന്റെ മുമ്പിൽ വലിയ പൂക്കളും ഒക്കെ വെച്ച് അലങ്കരിച്ച് വലിയ പാട്ടും ബഹളവും ഒക്കെയാണ് ആകർഷിക്കത്തക്ക രീതിയിലുള്ളതാണ്. And he is saying that door to be very big, it is decorated with flowers and many other decorative items, many music and many attractive things is drawing him towards that door. എന്നാൽ അവൻ ഈ ഇടുക്കമായ വാതിലിന്റെ അടുക്കൽ ചെന്നിട്ട് അവനൊന്നും ആകർഷണം തോന്നിയില്ല. അവൻ അവിടെ നിന്ന് മാറി വിശാലമായ വാതിലിനകത്തോട് ഉള്ളിലേക്ക് പോവുകയാണ്. He came nigh to that narrow door. He saw nothing attractive in it, so he left that behind and went inside that very attractive wide door. ഈ വിശാലമായ വാതിലൂടെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അവൻ അറിയാതെ തന്നെ അവന്റെ കാലുകൾ തറയിൽ ഉറയ്ക്കുന്നില്ല. അവനിങ്ങനെ നൃത്തം ചെയ്ത് മുൻപോട്ട് പോകുക. And when he is going inside this broad gate or this door, he himself cannot contain his joy and happiness. His feet is dancing and he is enjoying himself and going inside. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ വെളിച്ചമൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി. But as he was going deeper and deeper into that door, he saw the light coming down. ആ വാതിലിന്റെ മുൻപിൽ കണ്ട സന്തോഷമൊന്നും പിന്നീട് അകത്തോട്ട് ചെല്ലും തോറുമില്ല. But the joy which he experienced at the door, he was not able to experience as he delved deeper into that door. ഈവൻ മുൻപോട്ട് പോയപ്പോൾ അവിടെ വലിയൊരു ഇരുട്ടിലേക്ക് ചെന്ന് വീഴുകയാണ്. And as he went forward, he just fell into deep darkness. പക്ഷെങ്കിൽ അവിടെ ഒരു ക്രൂരനായ മനുഷ്യൻ കരനീട്ടി നിൽക്കുകയാണ് അവനെ പിടിക്കാൻ വേണ്ടി. But there is a very cruel person waiting with open arms to capture him. അവൻ ഇതുവരെയും കാണാത്ത ഒരു മനുഷ്യൻ, ക്രൂരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇവനെ പിടിക്കുവാനായിട്ട് കൈനീട്ടി ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് നിൽക്കും. But a very cruel man whom he has never seen before, he is waiting there with open arms to take hold of this boy. അവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ ഈ വാതിലിന്റെ മുമ്പിൽ ഇത്രയും മനോഹരമായത് ഒക്കെ അലങ്കരിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇരുട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഭയം തോന്നുന്നു എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. And he started to cry with a loud voice saying, you decorated all the doors but inside it is so dark, you're making me scared. What is happening? Help me. അവൻ പറഞ്ഞു, ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? ഇത് നിങ്ങൾ മനുഷ്യനെ ചതിക്കുകയല്ലേ, വഞ്ചിക്കുകയല്ലേ എന്ന് അവൻ പറയുക. And he told that man, what is this thing you're doing? You're deceiving, you're cheating man. അപ്പോൾ ആ മനുഷ്യൻ, ക്രൂരനായ മനുഷ്യൻ പറയാ, നിന്നെ പോലുള്ളവനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള ആകർഷണങ്ങളൊക്കെ കാണിച്ചെങ്കിലേ പറ്റുള്ളൂ. So this cruel man told this boy, in order to bring people like you inside, we have to make this door decorative or beautiful. That is what we did. ആ യൗവനക്കാരൻ ആ ദർശനം കണ്ട് ചാടി എഴുന്നേറ്റ് പിന്നീട് അവൻ യേശുവിന് വേണ്ടി യഥാസ്ഥാനപ്പെട്ട് ജീവിക്കുവാനിടയായി. And this boy woke up from that nightmare and he gave his life for Jesus and started to live accordingly. പിൽക്കാലത്ത് ആ ചെറുപ്പക്കാരൻ നമ്മുടെ കർത്താവിന്റെ വേലയ്ക്കായി വരുവാനിടയായി. And thereafter he surrendered himself for the labor and ministry of God. കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാനിടയായി. And he was able to do the glorious ministry of God. പ്രിയമുള്ളവരെ, ഈ ലോകം രണ്ടു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. എന്നാൽ നിത്യജീവനിലേക്ക് പോകാനുള്ള വാതിൽ അത് ഇടുക്കമാണ്, അത് ഞെരുക്കമാണ്. Yeah, you must understand, people of God, this world has opened two doors for you, but the way to eternal life is through the gate which is very narrow. ഇന്ന് മനുഷ്യന് തൃപ്തി ഉണ്ടാകുന്നില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, സാത്താൻ മനുഷ്യനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. Man is never content or satisfied with life. Why? Because Satan is drawing him from one attractive thing to the other attractive thing. മനുഷ്യൻ ധനമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. Man is trying to accumulate wealth. എത്ര ധനം കിട്ടിയിട്ടും മനുഷ്യന് തൃപ്തി വരുന്നില്ല. No matter how much wealth he is accruing, he is never satisfied. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണം എന്നുള്ളത് ദൂരത്താകും. And as that poet sang, as long as the money is coming, all the goodness is passing away. പണവും ഗുണവും കൂടിച്ചേരുവാൻ ബോധിക്കണമെന്നാണ് അദ്ദേഹം പാടിയത്. And he is saying this money or the wealth and the goodness cannot come together. ധനമെന്നുള്ളത് മനുഷ്യന്റെ കരത്തിൽ വരുമ്പോൾ അവന്റെ ഗുണവും എല്ലാം പോകുകയാണ്. As long as and when wealth comes into the hands of man, the goodness that is in man is fleeing away from him. സ്വഭാവത്തിനെല്ലാം മാറ്റം വരികയാണ്. The character or the nature of the man is changing. മനുഷ്യൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. Man is leaping in bounds and going forward. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകൾ ഒരു ദൈവവൈതലിന് തൃപ്തി നൽകുന്നതാണ്. But the goodness which is in the house of God, that only can satisfy a man of God. അവന്റെ അന്തരാത്മാവിൽ തൃപ്തി നൽകുന്നതാണ്.
എന്നതാണ് ദൈവികമായ അനുഗ്രഹങ്ങൾ. The blessings of God will give a satisfaction to the inward parts of man. ഒരു മനുഷ്യന്റെ അന്തരാത്മാവിൽ സ്വസ്ഥതയും തൃപ്തിയും അനുഗ്രഹവും അതേ സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ് സ്വർഗീയമായ നന്മകൾ എന്ന് പറയുന്നത്. Only the heavenly blessings can give to the inward spirit of man the contentment, the satisfaction, the rest and the comfort that he needs. ഇന്ന് രാത്രി ആലയത്തിന്റെ നന്മ അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ചവരെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തൊരു ഹല്ലേലൂയ മുഴക്കിയാട്ട്. Hallelujah. ഹല്ലേലൂയയ്ക്ക് ശക്തി പോരല്ല, ഒരു ശക്തമായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. Hallelujah. ഒരിക്കലൂടെ Hallelujah. ശക്തിയോടെ ഹല്ലേലൂയ ഇവിടെ മുഴക്കിയാട്ട്. Hallelujah. അപ്പോൾ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരായിത്തീരും. And they will be satisfied with the goodness of the house of God. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. Oh, thou that hearest prayer, unto thee shall all flesh come. മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം? Why should man draw near to God? അവൻ ആലയത്തിലെ നന്മ അനുഭവിപ്പാൻ കഴിയും. In order to enjoy, be satisfied with the goodness of the house of അവൻ God. തലയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. He must hold on to the head, which is Christ. തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? What does it mean to hold on to the head, which is ഒന്ന് Christ? ക്രിസ്തുവിന്റെ നാമത്തെ മുറുകെ പിടിക്കണമെന്നാ. Firstly, he must hold on to the name of Christ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ When we read Revelation chapter 2 verse 13, അവന്റെ നാമത്തെ മുറുകെ പിടിക്കുക. and you have hold on to my name, ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിക്കണം. and they held fast to the name of Christ. അവന്റെ നാമത്തിലാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളത്. In his name lies all the blessings. യേശുവിന്റെ നാമത്തിലാണ് അനുഗ്രഹമുള്ളത്. In the name of Jesus lies all the blessings. യേശുവിന്റെ നാമത്തിൽ എന്താണ് അനുഗ്രഹമുള്ളത്? What is the blessing in the name of Jesus? അവന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. There is healing in the name of Jesus. എന്താണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്? What did the apostles say? പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് തരുവാനില്ല, Silver and gold have I none, ഞങ്ങൾക്ക് തരുവാനുള്ളത് യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. but what we have one thing, in the name of Jesus of Nazareth you rise up and walk. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. There is healing in the name of Jesus. അവന്റെ നാമത്തിൽ വിടുതലുണ്ട്. There is deliverance in the name of Jesus. രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതലും സൗഖ്യം അനുഭവിപ്പാനിടയാകട്ടെ. And may you be able to enjoy the deliverance and healing in the name of Jesus this evening. രാത്രി പറയാൻ കഴിയുമോ, യേശുവേ ഞാൻ നിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്നു. And can you say tonight, oh Lord, I hold fast to thy name. ഇതുപോലെ ഒരു നല്ലവനായ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ചു. I have been privileged to see, to encounter this good Jesus. അവൻ എനിക്ക് തിന്മയ്ക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല. And he has done nothing for my evil. അവൻ നന്മയ്ക്കായി സകലവും He ചെയ്തിരിക്കുന്നു. does everything for my own good. എന്റെ യേശുവിനെ സകലത്തിന് മതിയായവനായി ഞാൻ കാണുന്നു. I see my Jesus as the all-sufficient God. ജീവിതത്തിലുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല യേശു മതിയായവൻ. It is not only Jesus sufficient for even your small problems. രാത്രി പറയണം, എന്റെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും യേശു മതിയായവൻ. My Jesus is all sufficient for all the problems of my life. നിസ്സാരമായ കാര്യങ്ങൾക്ക് മാത്രമല്ല യേശു മതിയായവൻ. Jesus is not only sufficient for your light problems, ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്ക്. for all the problems in your life. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് പറയാൻ കഴിയും? How many of you can boldly say that? കാഴ്ചക്കാരെ പോലെ ഇരിക്കാം. Not just being as spectators. ദൈവവചനം കേൾക്കുമ്പോൾ അന്തരാത്മാവിൽ ഒരു ബലമുണ്ടാകും. You should have a strength in your inward parts when you hear the word of God. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ നമ്മളൊരു സ്വോത്രം അല്ലേലിയായൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. And when the Spirit of God deals with you, it is good that you say praise the Lord. പ്രഷർ കുക്കറിന്റെ തത്വമായിരിക്കണം ദൈവമക്കൾക്ക്. And you should live according to the philosophy of a pressure cooker. പ്രഷർ കുക്കറിന്റെ തത്വം എന്താണെന്നറിയാമോ? Do you know the philosophy of the pressure cooker? ചൂടങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുമ്പോൾ അവൻ വിസിലടിക്കാൻ തുടങ്ങും. And when the pressure cooker gets heated up, it starts to whistle. ചൂടങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ അവൻ വിസിലടിക്കാൻ പറഞ്ഞാൽ അകത്ത് കിടക്കുന്നവൻ വേഗത്തൊന്ന് പറയും. And when the pressure cooker is heated up, it starts to whistle, meaning to say something inside it is cooking. എന്നാ വേറൊന്നുണ്ട്, കലവെന്ന് മൺകലവെന്ന് പറയുന്ന ഒരു സാധനം. But there is another thing, which is the earthen pot. ഇവനെ എത്ര കാലം അടുപ്പയിലിരുന്നാലും എത്ര ചൂട് പിടിച്ചാലും ഒരനക്കവും ഇല്ല. And no matter how long it is put on the fire, there is no movement whatsoever. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രഷർ കുക്കറിന്റെ തത്വമായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവചനം കേൾക്കുന്തോറും ബലവും ആരോഗ്യം ഉണ്ടാകണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് വീണ്ടും ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ട്. Hallelujah.
യേശു എന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? And how many of you can boldly say, Jesus is able to solve all the problems of my life? ചെറിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും എന്റെ യേശു മതിയായി. Not only for the small problems, but for all the problems of my life, Jesus is able to provide the solution. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തിയാട്ടെ. All those who believe, you lift up your hand. യേശു സകലത്തിനും മതിയായവനാണെന്ന് പറയാൻ കഴിയും. And can you say, my Jesus is the all-sufficient God? സകല പ്രശ്നങ്ങൾക്കും മതിയായവനാണ്. He is the all-sufficient God for all my problems. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് അവൻ മതിയായവനാണ്. He is sufficient for the problems of my family. കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവൻ മതിയായവനാണ്. He is sufficient for the problems of my children. സകലത്തിനും മതിയായവനാണ്. He is all-sufficient. അവൻ സകലത്തിനും അധികാരിയാണ്. He is all-authoritative. അവൻ അത്ഭുത മന്ത്രിയാണ്. And he is a wonderful counselor. വീരനാം ദൈവമാണ്. He is a mighty God. ഹല്ലേലൂയ. Hallelujah. വീണ്ടും തിരുവെഴുത്തിലേക്ക് കടന്നു വരും. When we come back to the word of God, തലയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, holding fast to the head. ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് അവന്റെ നാമത്തെ മുറുകെ പിടിക്കുക, രണ്ട് അവന്റെ നീതിയെ മുറുകെ പിടിക്കണം. Firstly, holding to Christ means holding fast to his name. Secondly, holding fast to his righteousness. കർത്താവായ യേശു കാണിച്ച നീതി നമുക്കറിയാം. We know the righteousness which was portrayed by Jesus. ദൈവം തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി നമുക്ക് തന്നിരിക്കുക. But for the sake of his righteousness, he had made this doctrine excellent for us. നീതിയെ മുറുകെ പിടിക്കുക. യോബിന്റെ പുസ്തകം 27:6 വാക്യം വായിക്കുമ്പോൾ, when we read Job 27 verse 6, എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു. നീതി ഞാൻ വിടാതെ മുറുകെ പിടിച്ചിരിക്കുക. my righteousness I will hold fast. ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. We should have the righteousness of God within us, നീതിമാന്മാരാക്കി തീർത്തിരിക്കുക. which makes us as righteous. നീതി എന്ന് പറയുമ്പോൾ, ഒന്ന് ദൈവ നീതി പ്രാപിക്കണം. Firstly, being righteous means we should obtain the righteousness of God. രണ്ട്, നീതിയെ പിന്തുടരണം. Secondly, pursue righteousness. മൂന്ന്, നീതി ചെയ്യണം. Thirdly, do righteousness. ബൈബിൾ അവസാനിക്കുമ്പോൾ പറയും, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. And that is why it is mentioned in the word of God, in the fag end of the word of God, let the righteous be more righteous. ദൈവനീതി എന്ന് പറയുമ്പോൾ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 21 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി തന്നിരിക്കുക. And it is mentioned in Isaiah 42 verse 21, the Lord is well pleased for his righteousness' sake, he will magnify the law and make it honorable. യഹോവ തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു. യഹോവ തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി തന്നിരിക്കുന്നു. He has magnified or made the law excellent. ശ്രേഷ്ഠമേറിയ ഒരു ഉപദേശം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. The Lord has given us the most excellent law. അതേതാണ് ആ ശ്രേഷ്ഠമേറിയ ഉപദേശം? And what is the most excellent law? അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിന്റെ 42 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നാണ്. And when we read Acts chapter 2 verse 42, we see over there the apostles' doctrine. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. They heard the apostles' doctrine. അതാണ് ശ്രേഷ്ഠമേറിയ ഉപദേശം എന്ന് പറയുന്നത്. And that is the most excellent doctrine. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. That makes every man perfect in Christ Jesus. ഏത് മനുഷ്യനെയും, Every man, any man. ദൈവത്തിന് വേണ്ടത് എല്ലാവരെയും വേണം. God wants everyone. ദൈവത്തിന് വേണ്ടിയ ആളെന്ന് പറഞ്ഞാൽ ആര് തള്ളിയോ ആ തള്ളിയ വ്യക്തിയെ ദൈവം അതുപോലെ സ്നേഹിക്കുക. And God, when he says he wants everyone, no matter what kind of a cheating person you are, God wants you also. അതാണ് ആർക്കും വേണ്ടാത്തവനെ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണം. Like I said yesterday, whom no one else wants, Jesus wants those. ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ പുറകെ ഇരുന്ന ഒരാൾ മുന്നോട്ട് ഓടി വന്നു. And when he said when no one wants anyone, that person came running forward. അപ്പോൾ ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് വേണം. ദൈവം
അവരിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. God works in the people who is rejected by everyone else. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തും. It presents every man perfect in Christ Jesus. അതുകൊണ്ട് ഏത് മനുഷ്യനോടും പ്രബോധിപ്പിക്കുക. And that's why we are warning every man. വായിച്ചു കേൾപ്പിക്കാം. കൊലോസ്യ ലേഖനം 1:28. Colossians 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ഏത് മനുഷ്യനെയും ഉപദേശിക്കുകയും ചെയ്യുന്നു. And we are teaching every man. അതുകൊണ്ട് ദൈവം തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി തന്നിരിക്കുക. For the sake of the righteousness of God, He has made the doctrine most excellent. അപ്പോൾ ദൈവനീതിയെ മുറുകെ പിടിക്കണം. So we must hold fast to the righteousness of God. അടുത്ത തിരുവെഴുത്ത് പറയുന്നു ദൈവഭക്തിയെ മുറുകെ പിടിക്കണം. And nextly, we must hold fast to the fear of God. യോബിന്റെ പുസ്തകം 2-ാം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോബിനോട് പറയാം, നീ നിന്റെ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുകയാണോ? And in Job chapter 2, it is mentioned, are you holding fast to your integrity? ഭക്തി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന്. What does it mean by integrity or fear? യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. And James the apostle in his epistle, he has mentioned like this. യാക്കോബിന്റെ ലേഖനം 1:27 വായിക്കുമ്പോൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുന്ന യഥാർത്ഥ ഭക്തി എന്ന് കാണാൻ കഴിയും. He mentions pure religion or undefiled is to keep himself unspotted from the world. അപ്പോൾ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുക. The integrity or the fear of God means to keep yourself unspotted from this world. ഇന്ന് അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. We can see many righteous people or good people, devout people. വലിയ ഭക്തിയൊക്കെ പുറമേ കാണിക്കും. They show many devout outwardly. ഒരാള് തീരുമാനമെടുത്ത് ഞാൻ ഒരു ജീവിയെ പോലും ഒരു ജന്തുവിനെ ഒന്നിനെയും കൊല്ല, ഒരു നിസ്സാരമായ ഒരു ജീവിയെ പോലും ഞാൻ കൊല്ലത്തില്ലെന്ന് അദ്ദേഹം തീരുമാനം. He decided, no, I will not hurt or harm even the smallest creature. അദ്ദേഹം താടിയും മുടിയൊക്കെ വളർത്തി വനത്തിനുള്ളിൽ പോയി ഇങ്ങനെ ഇരിക്കുക, കൈയൊക്കെ കൂപ്പി. And he is folding his hands. He went to the wilderness or jungle and he is growing his beard and hair and everything. അങ്ങനെ ഇരുന്നപ്പോൾ ഈ താടിയാലൂടെ ഒരു പച്ചനീർ ഇങ്ങനെ കയറിപ്പോയി, ഉറുമ്പ്. And when he was doing so, a small ant started to crawl through his beard. അപ്പൊ ഈ ഉറുമ്പിനെ പിടിച്ചാൽ വേദന എടുക്കും. And when you catch this ant, it will hurt him. അതുകൊണ്ട് ഇദ്ദേഹം എന്തോ ഇതെന്നറിയാം, ഇതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. കൈകൊണ്ട് തൊട്ടാൽ അതിന് കാലിനോ എവിടെയെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഉറുമ്പിന്റെ കൂടെ അന്വേഷിച്ച് അദ്ദേഹം പോവുക. And he is fearing that if he takes hold with the hand will get hurt. So he is trying to match himself to the ant. അങ്ങനെ ചെന്നപ്പോൾ ഒരു മരത്തിന്റെ താണജിലയിൽ ഒരു ഉറുമ്പും കൂട് കണ്ടു. And he saw an ant hill near the tree. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഉറുമ്പിനെ പിടിച്ച് കളഞ്ഞ വേദന എടുക്കുക. അതുകൊണ്ട് ഇദ്ദേഹം താടി അങ്ങോട്ട് വെച്ചു കൊടുത്തു ആ ഉറുമ്പും കൂട്ടിലോട്ട്. And instead of taking the ant away from the beard, he put this beard of this man into that ant hill. ഈ ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്, അനക്കം കണ്ടു കഴിഞ്ഞാൽ അവൻ അന്നേരം കൂടിനകത്ത് എല്ലാവരും കൂടെ വെളിച്ചാടും. When there is a movement to the ant nest, but all the ants will come out. ഇദ്ദേഹത്തിന്റെ താടി അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോ ഉറുമ്പും കൂടെ നനങ്ങി, ഉറുമ്പെല്ലാം കൂടെ അരച്ച താടിയെ കുടഞ്ഞു കയറി. And this man, when he placed his beard to that ant's nest, all the ants came and crawled into the beard. ഈ പുള്ളിക്കാരൻ എന്റെ അമോദം പിടിച്ച് രണ്ട് ഞെരടി. And he started to cry and he gave it 2 squeezes. ഒരു ഉറുമ്പിനെ കൊല്ലാത്തവൻ ആയിരക്കണക്കിന് ഉറുമ്പിനെ കൊന്നു. Instead of killing one ant, he ended up killing thousands of ants. ചിലരുടെ ഭക്തിയൊക്കെ അങ്ങനെ. Such is the devoutness of many people. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുക. യഥാർത്ഥമായ ഒരു വേർപാട് ജീവിതത്തിൽ വേണം. But true religion is the life of separation, being unspotted from the world. ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരായി തീരും. You should be satisfied with the goodness of the house of God. ദൈവസഭയ്ക്ക് നന്മ നൽകിയിരിക്കുക. God has given this goodness to the church of God. അതുകൊണ്ട് തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊള്ളേ. So we must hold fast to the head, which is Christ. ദൈവഭക്തിയെ മുറുകെ പിടിക്കേ. We must hold fast the integrity or the religion of God. ഈ ലോകവുമായുള്ള സന്തോഷത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കണം. We must be separated away from the pleasures of this world. ഈ ലോക സന്തോഷം ദൈവത്തോട് ശത്രുത്വമാണ്. And friendship with the world is enmity with God. ചിലർ ഈ ലോക സന്തോഷം വേണം, ആത്മീയ സന്തോഷം വേണം, അങ്ങനെയുള്ളവരുണ്ട്. There are people who say, I want the joy of this world as well as the joy of the spiritual joy also. ഒരിക്കലും ഒരാൾ ഇങ്ങനെ ട്രാക്ട് വിതരണം നടത്തുന്ന ആളായിരുന്നു. ട്രാക്ട് വീടുകളിൽ കയറി ട്രാക്ട് കൊടുക്കും. And there was a man who used to distribute tracts. അപ്പോൾ ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് ചെല്ലുമ്പോൾ
ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഫുട്ബോളിന്റെ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നടക്കുക. So when he was distributing the tracts, he came to a house, and at that house he saw the final of the football tournament was taking place. പിന്നെ ഇദ്ദേഹം ഈ ലഘുലേഖ എല്ലാം കൂടെ ചുരുട്ടി പാന്റിന്റെ പോക്കറ്റിൽ, And he folded all the tracts and put it in his pocket. ആളുകൾ അവിടെ ഇങ്ങനെ കൂടി നിന്ന് ഇങ്ങനെ മത്സരം കണ്ട് കൈയടിക്കുക. And all the people are gathered in that house, they're clapping and cheering. അപ്പൊ ഈ പുള്ളിക്കാരനും പുറകെ കയറി. And this man also was at the rear end. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാർട്ടി ഗോൾ അടിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഉറക്ക പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞെന്നാ പറയുന്നത്. And when a spectator or a sports person whom he liked scored a goal, he said, praise the Lord. രണ്ടും കൂടെ കൂടി പോകുക, ആത്മീയവും ഭൗമികവും കൂടെ കൂടി. So mixing the world and the spirituality together. അതല്ല യഥാർത്ഥ ഭക്തി എന്ന് പറയും. But that is not true religion. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കണം. But true religion is to keep yourself unspotted from the world. ദൈവം സൂക്ഷിക്കുമെന്നും പറഞ്ഞ് ഇലക്ട്രിക് ലൈനിൽ കയറി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? And if you take hold of an electric line saying God will protect me, what will happen? അപ്പോൾ ഒരുവൻ തന്നെത്താൻ സൂക്ഷിക്കണം. ഈ ലോകത്ത് നിന്ന് ഒരു വേർപാട് അവൻ സൂക്ഷിക്കണം. So you must keep yourself spotted from the world. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഉപദേശമായി പറയുന്നു, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വാർപെട്ടിരിപ്പി. And that's why when St. Paul writes to the Corinthians, he gives them counsel, depart ye from among them. മാത്രമല്ല ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് പഠിച്ചാൽ അവന്റെ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിനായിട്ട് അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. And as far as the man of God is concerned, he has a reward and he must make himself ready for that reward. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ കിരീടത്തെ പിടിച്ചുകൊള്ളുവീൻ എന്ന് കാണാൻ കഴിയും. And in Revelation chapter 3 verse 11, we must hold fast that which thou hast, or the crown. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവഭക്തന്മാർക്ക് പ്രതിഫലമുണ്ട്. Every man of God in Christianity, they have a reward. അത് ദൈവസഭയ്ക്കുള്ള ഒരു നന്മയാണ്. That is the goodness of the church of God. ആ നന്മയോർത്താണ് നമ്മൾ ഇവിടെ സന്തോഷിക്കുകയും കൈയടിക്കുകയും ആത്മാവിൽ നിറയെല്ലാം ചെയ്യുന്നത്. And we are rejoicing, clapping hands and enjoying ourselves in the presence of God, thinking of that reward. എന്താണ് ആ നന്മ? What is that goodness? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാണ്. Every man who comes to God must believe that he is, and he is a rewarder of all them that seek him. ഒരുവൻ ദൈവഭക്തനായി ജീവിച്ചാൽ അവന് നിത്യതയിൽ പ്രതിഫലമുണ്ട്. When a man lives as a godly or a religious person, he has a reward in eternity. ആ പ്രതിഫലവുമായിട്ട് യേശു എത്രയും വേഗം വെളിപ്പെടും. And Jesus is going to appear very soon with that reward. നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത് കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധി സകല മനുഷ്യവർഗത്തിനും വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And Jesus was buried, he rose again, he ascended to heaven, and is seated on the right hand of God, interceding for every man. ഇന്ന് രാത്രി ഈ വചനം കേട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ സ്വർഗ്ഗത്തിൽ വലിയ സന്തോഷമാണ്. And if there is anyone who will accept Jesus as your personal savior tonight, there will be a great joy in heaven. ഈ ദേശത്ത് അനേകരുണ്ട്, ദൈവത്തിന് വേണ്ടിയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗും ഇങ്ങനെ ഒരു ആരാധനാലയവും ദൈവം നൽകിയത്. God has given us this meeting and this worship hall in this place because there are many people in this region which belong unto God. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് കൊടുമൺ ജംഗ്ഷനിൽ ഒരു പരസ്യോഗം നടത്തുവാനിടയായി. Once many years back, we were able to conduct a open air meeting in the Koduman Junction. 4 മണിക്ക് പരസ്യോഗം ആരംഭിച്ചു. We started that open air meeting at 4 o'clock. ഏഴംകുളം സഭയിലുള്ള എല്ലാ വിശ്വാസികളും ഉണ്ടായിരുന്നു. Almost all the believers were there. മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു. Even small children also were there. കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് പാട്ട് പാടാൻ തുടങ്ങി. And they all started to sing songs. അവിടെയുള്ള മനുഷ്യരെല്ലാം ഓടിക്കൂടാൻ തുടങ്ങി. And all the people gathered there. മദ്യപിക്കുന്നവരുണ്ട്, They were drunkards. മറ്റല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്, ജോലി കഴിഞ്ഞ് വന്നവരൊക്കെ എല്ലാവരും വന്ന് ഇങ്ങനെ കൂടി നിൽക്കുക. And there were people who were returning back from their labors. All the people gathered there. നല്ല പാട്ടുകൾ കുഞ്ഞുങ്ങൾ പാടി. So the children sang good songs. ദൈവവചനമൊക്കെ പറഞ്ഞു. We told the word of God. ഇതുപോലൊരു പരസ്യോഗത്തിന്റെ ആളുകൾ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. I have never seen such a huge gathering for an open air meeting like that before. അതുപോലെ ആളുകൾ അവിടെയുള്ള ഇവിടെ ഈ കൊടുമൺ ജംഗ്ഷനിലുള്ള ആളുകളെല്ലാം അവിടെ നിൽക്കുക, ആരും പോകുന്നില്ല. And all the people at Koduman Junction gathered, and no one was going away. 6:30 വരെ അവിടെ പരസ്യോഗം നടന്നു. We conducted the open air meeting there till 6:30.
അവിടെ എല്ലാ ആളുകൾ ഇങ്ങനെ നിൽക്കുക. All the people were waiting there. വചനമെല്ലാം കേട്ട് സന്തോഷമായിട്ട് They നിൽക്കുക. were all joyful and glad and listening to the word of God. എല്ലാം കഴിഞ്ഞിട്ട് വാഹനത്തിലോട്ട് കയറാൻ തുടങ്ങിയപ്പോ After this meeting, when I entered my vehicle, ഒരു മനുഷ്യൻ ഓടി വന്നു, ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് കൈ തന്നു. one young lad came and gave me his hand. എന്നിട്ട് പറയാണ്, പാസ്റ്ററെ, ഞാൻ ചിന്തിച്ചത് പെന്തക്കോസുകാരെന്ന് പറയുന്നത് ഈ അല്ലേലിയായും ഈ മറുഭാഷയും സ്വോത്രം മാത്രമേ ഉള്ളെന്നാണ് ഞാൻ ചിന്തിച്ചത്. Oh pastor, I thought about Pentecostals, they only have this hallelujah and speaking in unknown tongues. ഞാൻ അങ്ങനാണ് കരുതി. And that is how I considered them. എന്നാൽ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. But such word of God, such deep word of God I'm hearing for the first time. ചിലർ ചിന്തിക്കുന്നത് പെന്തക്കോസുകാരെന്ന് പറഞ്ഞ അല്ലേലിയായും സ്വോത്രവും മറുഭാഷയും മാത്രമേ ഉള്ളെന്നാണ് ചിന്തിക്കുന്നത്. Some people think Pentecostals means hallelujah, praise the Lord, and speaking in unknown tongues. എന്നാൽ വലിയ സന്തോഷവും ആനന്ദവും സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. But you should never forget that there is great joy and rejoicing in heaven. വലിയ പ്രതിഫലം സ്വർഗത്തിലുണ്ട്. There is a great reward in heaven. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിച്ച് പ്രത്യാശയോടെ ജീവിക്കണം. So you must obey the word of God while you are on this earth and live a life filled with hope. നിത്യതയിൽ ചെല്ലുമ്പോൾ ദൈവഭക്തന്മാർക്ക് വലിയ പ്രതിഫലമാണ്. And in eternity there is a great reward for the people of God. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിത്യതയിൽ പ്രതിഫലമുണ്ട്. For all the people of God who obey the commandments of God, there is a great reward in eternity. ആ പ്രതിഫലം നൽകുന്ന ദിവസമായിരിക്കും ചിന്തിക്കുന്നത്, അയ്യോ കുറച്ചും കൂടെ നല്ലതായിട്ട് ജീവിക്കേണ്ടതായിരുന്നു. And on the day of the rewarding, when you're getting the rewards, you might be considering, oh, I should have done more. പണ്ടൊരിക്കൽ നമ്മുടെ ഒരു പാസ്റ്ററപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം. Once upon a time, one of our pastor Apachan told like this. വാരുന്നവന് നെഞ്ചത്തടിക്കും, വാരാത്തവന് നെഞ്ചത്തടിക്കുക. And he says, the people who labored, they will also beat upon the chest. Those who did not labor also will beat upon the chest. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ യാത്ര പോവുക. Means two people are traveling. ഒരു നദിയുടെ കരയ്ക്ക് എന്നപ്പോ അവിടെ കുറച്ചേതാണ്ട് ഇങ്ങനെ മണല് പോലെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. And there is a mountain of sand which is near the shore. അതിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, വാരുന്നവനും നെഞ്ചത്തടിക്കും, വാരാത്തവനും നെഞ്ചത്തടിക്കും. And it is mentioned there, those who carry they will beat, those who do not carry they will also beat. ഒരുത്താൻ പറഞ്ഞു, വാരിയാലും നെഞ്ചത്തടിക്കും, ഇല്ലെങ്കിലും നെഞ്ചത്തടിക്കും. So he said, if we carry also we will beat upon our chest, if we do not carry also we will beat upon our chest. ഒരുത്തൻ പറഞ്ഞു, എന്തായാലും ഇച്ചിരി അങ്ങ് വാര. So he said, okay, we will take little. വാരി ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് അവൻ പോക്കറ്റിൽ. So he took a little bit and put in his pocket. രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് നദിക്കക്കര കടന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് ഇവരെ വീടുകളിലെത്തി. And they traveled, they crossed the river, they traveled much further and went to their houses. അപ്പൊ ഒരുത്തൻ പറയടാ, ഞാൻ വാരിയ സാധനം ഒന്ന് നോക്കട്ടെ, പോയോ ഇല്ലയോ നോക്കട്ടെ. And he said, let me see what the thing is, let me see it. നോക്കിയപ്പോ അത് തനി തങ്കമാണ്. But when he examined, it was pure gold. തങ്കത്തരികളാ. It was pure gold dust. വാര്യവും പറയും, അയ്യോടാ കുറച്ചും കൂടെ വാരാൻ പറ്റിയില്ലല്ലോ. And that person said, oh, I could not carry more. വാരാത്തവൻ പറയും, അയ്യോ എനിക്ക് ഒട്ടും വാരാൻ പറ്റിയില്ല. And the person did not take any. He said, oh, I did not take any. രണ്ടുപേരും നെഞ്ചത്തടിക്കുക. Both are beating upon their chest. ചിന്തിച്ചോണം, നിത്യതയിൽ ദൈവഭക്തന്മാർക്ക് പ്രതിഫലമുണ്ട്. And certainly in eternity the people of God, they have a reward. ഒന്നാം നൂറ്റാണ്ടിൽ ദൈവഭക്തന്മാർക്ക് വളരെ പീഡകൾ ഉണ്ടായി. In the first century Christians, they faced many persecution. ദൈവഭക്തന്മാരെ ജീവനോടെ ദഹിപ്പിക്കുന്ന അനുഭവമായിരുന്നു. There was an experience of burning the Christians alive. വന്യമൃഗങ്ങൾക്ക് അവരെ ഇട്ടുകൊടുക്കുമായിരുന്നു. And they used to be thrown for wild beasts. പലവിധത്തിലായിരുന്നു ഉപദ്രവങ്ങൾ. There were many troubles. എന്നാൽ രക്തസാക്ഷികളുടെ പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്. But in the book of Martyrs there is a portion. 40ഓളം വിശ്വാസികളെ ഘോര ശൈത്യത്തിൽ മഞ്ഞുകട്ടയ്ക്കകത്ത്, ഐസ് കട്ടയ്ക്കകത്ത് ഇറക്കി നിർത്തി. And 40 believers were put into freezing ice cold. 40ഓളം വിശ്വാസികളെ മഞ്ഞുകട്ടയ്ക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് അവരോട് പറഞ്ഞ്, യേശുവിനെ തള്ളി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കരയിൽ സമ്മാനം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകും എന്ന് പറഞ്ഞു. And they were placed on ice blocks and around 40 of them, and said, if you deny Christ we will bring you to the shore and give you rewards. മഞ്ഞുകട്ടയ്ക്കകത്ത്, ഐസ് കട്ടയ്ക്കകത്ത് ഇറക്കി കഴുത്ത് വരെ മൂടി വെച്ചിരിക്കുക. And they were put into ice blocks around till their neck. എത്ര പേരെയാ? And how many? എത്ര പേരെയാ വെച്ചാ? ശ്രദ്ധിക്കുന്നു, 40 പേരെ ഇറക്കി നിർത്തി. Around 40 of them. എന്നാൽ കരയിൽ പടയാളികൾ ഇങ്ങനെ നിൽക്കുകയാണ്.
So the soldiers are waiting on the shore. ആരെങ്കിലും യേശുവിനെ തള്ളുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. They are waiting. Is anyone denying Christ? അങ്ങനെ നിൽക്കുമ്പോൾ ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ പലരും വിറയ്ക്കുകയാണ്. And many are shivering because they cannot bear this cold. മരിച്ചു പോകുമെന്നുള്ള ചിന്തയായി. And the thought came of death. എന്നാൽ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണ്ട, ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ. അവൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞു. And one man said, I cannot bear this cold, I don't want Jesus. ബാക്കി 39 പേരും ആ മഞ്ഞുകട്ടയ്ക്കകത്ത്, ഐസ് കട്ടയ്ക്കകത്ത് നിന്ന് മരണമടഞ്ഞു. And the remainder 39, they stood there and they died. എന്നാൽ കരയിൽ നിൽക്കുന്ന ഒരു പടയാളി കാണുകയാണ് 40 കിരീടങ്ങൾ സ്വർഗത്തിൽ നിറങ്ങി വരികയും. But one soldier who was standing on the shore, he was showing 40 crowns coming down. 40 കിരീടങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഈ മരിച്ച 39 പേരുടെയും തലയിൽ വീഴുകയാണ്. And he is seeing a vision of 40 crowns descending from heaven and falling on the heads of 39 of them. ഒരു കിരീടം മാത്രം അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. And but one crown is hovering in the air like that. അതിന്റെ ഉടമസ്ഥൻ യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് കയറിപ്പോയി. And that was meant for the person who denied Christ. എന്നാൽ കരയിൽ നിൽക്കുന്ന പടയാളി ആ കിരീടത്തിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണമോ എന്ന് പറഞ്ഞ് അവൻ ആ ഘോര ശൈത്യത്തിൽ ഇറങ്ങി യേശുവിന് വേണ്ടി മരിച്ചു എന്നാണ്. But that soldier, when he saw the beauty of the crown, he said, no, I want Jesus. And he also went into that pit of ice and he died there. ദൈവസഭയ്ക്ക് ഉള്ള അനുഗ്രഹമാണ് നന്മ എന്ന് പറയുന്നത്. And the goodness is the reward for the church of God. ഞങ്ങളോ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരായി തീരും. And thou shalt make us satisfied with the goodness of thy house. എന്താണ് ആലയത്തിലെ നന്മ? നിത്യതയിൽ ദൈവഭക്തന്മാർക്ക് പ്രതിഫലമുണ്ട്. And the reward of the church of the man of God is the goodness of the house of God. കൂലിയും പ്രതിഫലവുമായി യേശു മടങ്ങി വരും. And Jesus is going to return with the wages and reward. വിശുദ്ധ ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, when we read the last book of the Bible, the book of Revelation, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. we can see it mentioning of the return of Jesus over there. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെന്നുള്ള വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. And in chapter 22 it is mentioned thrice about the return of Jesus. ഇതാ ഞാൻ വേഗം വരുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. It is mentioned, behold, I come quickly. യേശുക്രിസ്തു ഇത് പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. Jesus is saying, or the Spirit of God is saying, behold, I come quickly. വെളിപ്പാട് പുസ്തകം 22-7, 12, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 3 വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് എഴുതിയിരിക്കുക. And when we read Revelation chapter 22 verses 7, 13 and 20, we can say, behold, I come quickly, mentioned thrice. അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചാട്ടെ വാക്യം, verse 12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കാൻ എന്റെ പക്കലുണ്ട്. Man, my reward is with me to give every man according as his work shall be. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എത്രയും വേഗം സംഭവിക്കാൻ പോവുക. And the coming of Jesus is going to take place very soon. യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് ഇന്നത്തെ ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. And the events of the world are shouting or proclaiming the return of Jesus. യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാര്യം എന്താ? What is the reason why we are telling you about the return of Jesus? ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയാകുകയാണ്. Because the Bible prophecies are being fulfilled. 1-ാം നൂറ്റാണ്ട് മുതലുള്ള ദൈവഭക്തന്മാർ കാത്തിരിക്കുകയാണ്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറഞ്ഞ്. And the first century saints are waiting. Since then they are waiting, saying, but amen, so Lord Jesus, come quickly. ഓരോ കാലഘട്ടത്തിലുള്ള ദൈവഭക്തന്മാർ പറയുന്നു, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. And all the saints in the first century are saying and waiting, even so Lord Jesus, come quickly. നവീകരണ കർത്താവായ മാർട്ടിൻ ലൂതർ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. The father of Reformation, Martin Luther, he said, യേശുക്രിസ്തു ഇന്നലെ മരിച്ചു, Jesus died yesterday. യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. Jesus is living today. യേശുക്രിസ്തു നാളെ മടങ്ങി വരും. Jesus will come tomorrow. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എത്രയും വേഗം സംഭവിക്കും. Yes, the event of the coming of Jesus will take place very soon. അനേക പ്രാവശ്യം യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. Many times reminder of the return of Jesus is given in the word of God. യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനങ്ങൾ നിവർത്തിയാകുകയാണ്. The reason why we say Jesus is coming very soon is because all the prophecies mentioned in the Bible is being fulfilled. വിശുദ്ധ ബൈബിളിലെ 3 ഭാഗം പ്രവചനങ്ങളാണ്.
3/4 of the Bible are prophecies. എന്നാൽ ഈ പ്രവചനങ്ങൾ നിവർത്തിയാകുമ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംഭവിക്കുമെന്ന്. And when all the prophecies is fulfilled, Jesus will appear. പുതിയ നിയമത്തിന്റെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, When we read Acts of the Apostles chapter 3 verse 21, യുഗാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു നിവർത്തിയാകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. and whom the heaven must receive until the times of restitution of all things which God has spoken by the mouth of all his holy prophets since the time the world began. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനങ്ങൾ നിവർത്തിയാകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. And the heaven must keep him in heaven until all the prophecies mentioned in the word of God is being fulfilled. വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങളെ 5 നമുക്ക് തിരിച്ചു പഠിക്കാൻ കഴിയും. We can divide the prophecies in the mention of the Bible into 5. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവസഭയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. Firstly, we can see prophecies concerning Jesus and the church of God. 2, ഈ ഭൂമിയെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. Secondly, prophecies concerning this earth and the world. 3, യഹൂദാജാതിയെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. And thirdly, we can see prophecies concerning the nation of Jews and Israel. 4, ലോകരാഷ്ട്രങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. Fourthly, prophecies concerning the countries of the world. 5, ഇന്നത്തെ മനുഷ്യന്റെ എല്ലാവിധമായ കണ്ടുപിടുത്തങ്ങൾ ബൈബിളിൽ നമുക്കത് കാണുവാൻ കഴിയും. And fifthly, we can see the latest discoveries and inventions of man mentioned as prophecies in the word of ഞാൻ God. പറഞ്ഞു, ബൈബിളിലെ 4/3 പ്രവചനങ്ങളാണ്. I told you 3/4 of the Bible is prophecies. എന്നാൽ ഈ പ്രവചനങ്ങളെ 5 നമുക്ക് തിരിക്കാം. But we can divide these prophecies into 5 again. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവസഭയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. Firstly, about Jesus and the church of God. യേശുക്രിസ്തുവും ദൈവസഭ എന്ന് പഠിക്കുമ്പോൾ, When we speak about Jesus and the church, യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ജഡാവതാരം തന്നെ ബൈബിൾ പ്രവചനമാണ്. and even the birth of Jesus as man into this world is a Bible prophecy. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അത് ജനിക്കുമെന്ന് ബൈബിളിൽ പ്രവചനങ്ങളായിട്ട് അനേക ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ In കഴിയും. many portions of the word of God is mentioned about the birth of Jesus in this world. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും യേശുക്രിസ്തുവിന്റെ ഭാവി മഹത്വവും എല്ലാം ബൈബിളിൽ പ്രവചനങ്ങളാണ്. The ministry of Jesus and the future glory of Jesus are all prophecies mentioned in the word of God. മാത്രമല്ല ദൈവസഭയെ കുറിച്ച് ബൈബിൾ പ്രവചനമാണ്. And even the church of God is a prophecy mentioned in the word of ഇന്ന് God. ലോകത്തിൽ 3 സഭകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Nowadays, presently, there are 3 churches getting ready in this world. ഒന്ന്, ഇസ്രായേൽ ഒരു സഭയായി ഇന്ന് ലോകത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Firstly, Israel we can consider as a church which is getting ready. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യഹൂദ ജാതി അവർക്ക് സ്വന്തമായ ഒരു ആലയം അവർക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. The nation of the Jews are desiring for a temple of their very own. ആലയം പണിയണം, ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിത വിദ്യാർത്ഥികളെ അവർ പഠിപ്പിച്ചുകൊണ്ട് വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. And they're separating and teaching the Levites to minister in the temple which they want to build. അങ്ങനെ ഒരു ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരിങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. And they're making and getting ready for all the ministration in the temple of God. അങ്ങനെ ഇസ്രായേൽ ഒരു സഭയായി ലോകത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. So we can see Israel as a church getting ready in this world. 2 വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, And nextly, when we read Revelation chapter 17 verse 3, നാമധേയ സഭ ഇന്ന് ലോകത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. nextly nominal churches are getting ready in this world. എന്നാൽ മൂന്നാമതായി നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സത്യസഭ, ഗ്ലോറിയസ് ചർച്ച്, തേജസ്സേറിയ സഭ ഇന്ന് ഭൂമിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And finally, lastly, we see the true and the glorious church of God which is getting ready in this world. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, When we read Revelation chapter 12 verse 1, തേജസ്സേറിയ ഒരു സഭയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. we can see a vision of the glorious church. എന്നാൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു സഭയെ കാണാൻ കഴിയും. In Revelation chapter 17 we see another church. ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയെന്ന് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുക. And in Revelation chapter 17 it said the Spirit took me to the wilderness. അവിടെ കാണുന്ന സഭ മരുഭൂമിയിലാണ് കാണപ്പെടുന്നത്. That church is in the wilderness. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന സഭ സ്വർഗ്ഗത്തിൽ കാണപ്പെടുകയാണ്. But the church in Revelation chapter 12 is seen in heavenly places. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ദൈവസഭയെ കുറിച്ചൊരു വെളിപ്പാടാണ്. And Revelation is a revelation about the church of God. അവിടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു, സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ
സ്ത്രീയെ കുറിച്ച് പറയുക. In Revelation chapter 12, we see a sun-clad woman. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മൃഗത്തിന്റെ മുകളിലിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയാണ്. But in Revelation chapter 17, we can see a woman who is sitting atop a beast. സൂര്യനെ അണിഞ്ഞ് ചന്ദ്രന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സഭയാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണാൻ In കഴിയുന്നത്. chapter 12, we see a sun-clad woman standing atop the moon. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മൃഗത്തിന്റെ മുകളിൽ രക്തവും മുത്തും ഒക്കെ അണിഞ്ഞ് ധൂമ്രവസ്ത്രം ധരിച്ചുകൊണ്ട് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു സഭ. And we see in Revelation chapter 17, a woman who is sitting atop a beast who's arrayed in purple and scarlet color, which is the church in the wilderness. മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അനുഭവം ഇല്ലാത്ത അവസ്ഥയാണ്. Wilderness is an experience without anything. മരുഭൂമി എന്ന് പറയുമ്പോൾ വരൾച്ചയാണ്. It is dryness. എന്നാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു സ്വർഗ്ഗത്തിൽ ഒരു വലിയ അടയാളം കാണാൻ. But in Revelation chapter 12, I saw a great wonder in heaven. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് സ്വർഗ്ഗസ്ഥലത്താണ് ഇരിക്കുന്നത്. And the church of God is seated in heavenly places. എന്താണ് സ്വർഗ്ഗസ്ഥലം എന്ന് പറഞ്ഞാൽ? What is this heavenly places? മാനസാന്തരപ്പെട്ടവർ, And those who have repented, ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചവർ, those who have taken the commandment of God, the baptism, ഉയരത്തിലെ ദാനം പ്രാപിച്ചവർ, those who have received the gift from above, വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്നവർ, those who are living a separated and holy life. അവരാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. That is the church of God. അതാണ് തേജസ്സേറിയ സഭ. That is the glorious church. സഭ ഇന്ന് ലോകത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And that church is getting ready in this world. ആ തേജസ്സേറിയ സഭയ്ക്ക് വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്. And Jesus is coming very soon for that church. ഞാൻ പറഞ്ഞു ബൈബിൾ പ്രവചനങ്ങളെ അഞ്ചായി തിരിക്കുന്നു. I said we can divide the prophecies into 5. ഒന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവസഭയെ കുറിച്ചും, Firstly about Jesus and the church. രണ്ട് ഈ ഭൂമിയെ കുറിച്ചും ഈ പ്രപഞ്ചത്തെ കുറിച്ചും, Secondly about this world and the nature. ഈ ഭൂമി ഈ പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതെ ഈ പ്രപഞ്ചത്തിന്റെ ശക്തികൾക്കെല്ലാം ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുക. And when we study about earth and the forces of nature, there is a great shaking that is taking place. എന്ന് പറഞ്ഞാൽ ഭൂകമ്പം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. We see earthquakes on the increase. നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശമായ ഗുജറാത്ത് പോലും ഏതാണ്ട് 235 പ്രാവശ്യം കുലുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. We see Gujarat, which is very near to us, has almost shaken 235 times almost. ഈ ഭൂമി ഭൂകമ്പത്തിന്റെ പിടിയിലാണ്. This earth is in the grasp of earthquakes. കടൽക്ഷോഭം മനുഷ്യനെ വേട്ടയാടുകയാണ്. We see waves from the sea which is catching hold of man. സുനാമി ദുരന്തം മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. And the tsunamis are wiping away men from this world. 2004 വരെയും സുനാമി ദുരന്തം എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. Man did not hear about tsunamis till 2004. കടലിന്റെ കര അടുത്ത് താമസിക്കുന്നവർ പറയും കടലമ്മ ചതിക്കത്തില്ല. And the people who used to live in coastal regions, they say mother sea will not deceive us, cheat us. കടലമ്മ ചതിക്കത്തില്ല. And the sea mother will not cheat us. എന്നാൽ 2004 ശേഷം കടലമ്മയെ വിശ്വാസമില്ല. കടൽ തിര കൂടുമ്പോൾ ആളുകളെല്ലാം വാരിക്കെട്ടിക്കൊണ്ട് ഓടുകയാണ്. But since 2004 they do not trust the sea, and as soon as the waves rise, they take everything and flee from that place. ലൂക്കോസിന്റെ സുവിശേഷം 21-25 വാക്യം വായിക്കുമ്പോൾ, When we read Luke the Gospel chapter 21-25, കടലിന്റെ ഓളം നിമിത്തം മനുഷ്യൻ ഭയപ്പെടുകയാണ്. a man is afraid is perplexed by the waves of the sea. ഈ ഭൂമിക്കും പ്രപഞ്ചത്തിനൊക്കെ ഇളക്കം തട്ടിയിരിക്കുന്ന ബൈബിൾ പ്രവചനമാണ്. And the earth and the forces of nature being shaken are all prophecies of the Bible. മഹാവ്യാധികൾ മനുഷ്യനെ വേട്ടയാടുകയാണ്. And terrible diseases are chasing men. മാരകമായ രോഗങ്ങൾ മനുഷ്യനിലേക്ക് കടന്നു വരുന്നു. And many incurable diseases are taking hold of man. യേശു എന്താണ് പറഞ്ഞത്? What did Jesus say? ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധികളും അവിടെ ഇവിടെയായി ഉണ്ടാകും. And pestilence, hunger and famines will take place here and there. അതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. That must surely take place. ഈ ഭൂമിയെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും അതേ ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയാവുകയാണ്. And all the prophecies mentioned in the Bible about earth and the forces of nature are taking place. ഈ അന്തരീക്ഷം എല്ലാം മലിനമായി തീരുമെന്ന ബൈബിൾ പ്രവചനമാണ്. And the earth, the atmosphere will be polluted. It is mentioned in the Bible. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, When we read Isaiah 24 verses 4 and 5, ഭൂമി മലിനമാക്കപ്പെട്ടിരിക്കുന്നു, അതിൽ പാർക്കുന്നവൻ ശിക്ഷ അനുഭവിക്കുന്നു. and the earth is defiled, and all the people who dwell therein will be punished. അന്തരീക്ഷം
മലിനീകരണ നിമിത്തം ആ മനുഷ്യൻ രോഗിയായി തീരുകയാണ്. By reason of air pollution, man is becoming more sick. നമുക്കറിയാം ഡൽഹിയിലൊക്കെയുള്ള വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓടിക്കാൻ ഒക്കത്തില്ല. We know in Delhi a vehicle which is more than 15 years old cannot be driven there. വാഹനത്തിൽ നിന്ന് പുറപ്പെടുന്ന പുകകൾ മറ്റുവിധമായ മാലിന്യങ്ങളെല്ലാം ഈ അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. Because all the pollutants which is emitted from the vehicles are polluting the atmosphere. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം, മനുഷ്യൻ കുടിക്കുന്ന വെള്ളം, മനുഷ്യൻ ശ്വസിക്കുന്ന വായു എല്ലാം മലിനമായി The തീർന്നിരിക്കുന്നു. food the man eats, the water that we drink, the air that is we breathe in, everything is polluted. യെശയ്യാപ്രവചനം 24:5-6 വായിക്കുമ്പോൾ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭൂമി മലിനമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ എന്റെ നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ചിരിക്കുന്നു. In Isaiah 24 verses 5 and 6, the earth is defiled and they have transgressed my commandments and ordinance. മനുഷ്യൻ ഇന്ന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And by reason of which man is enduring the punishment. രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുകയാണ്. And many terrible sicknesses are taking hold of man. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം അത് വിഷമാണ്. The food that a man eats is poison. കാരണം ജനസംഖ്യ വർധന ഏറ്റവും അധികം കൂടി. ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുക. And now the population of India is increasing further than the population of China. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കുക. So they are making food which is able to yield much more. ധവള വിപ്ലവം, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. And they are making green revolution and white revolution through which the produce and the yield is much more. മനുഷ്യന് ആഹാരം തികയുന്നില്ല. Because food is not sufficient for man. നമ്മുടെ ഇവിടെയൊക്കെ കൃഷി ചെയ്താൽ എന്താ കിട്ടുന്നത്? What if we do some cultivation? കൃഷിയുടെ ആരംഭം മുതൽ തന്നെ മരുന്ന് തുടങ്ങും. So from the beginning itself we start to give it medicines. ഫലം എടുക്കുന്നത് വരെ മരുന്നടിയാ. Till we take the fruit we give medicines. ഇത് കഴിക്കുന്നവൻ രോഗിയായിട്ട് മാറുക. And the person who is eating this fruit he becomes a sick person. ഭക്ഷണമില്ലാതെ മനുഷ്യനെ കൂടി വന്ന 5 ആഴ്ച കഴിയാം. Only for 5 years a man can live without food. വെള്ളം കുടിക്കാതെ 5 ദിവസം ഇരിക്കാം. Only for 5 days a man can live without water. ശ്വാസവായു ഇല്ലാതെ ഒരു 5 മിനിറ്റ് പോകാൻ പാടാ. 5 minutes is difficult without any air. അപ്പോൾ മനുഷ്യൻ ശ്വസിക്കുന്ന വായു, ആരോഗ്യമുള്ള ഒരു മനുഷ്യന് 15 കിലോ ഉച്ഛ്വാസവായു ആവശ്യമാണ്. A healthy man requires almost 15 kilos of air, clean air. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുന്നു. But all the food, the drink, the water that we drink and the air, everything is polluted. ബൈബിൾ പ്രവചനമാണ്. It is the prophecy of the Bible. യഹൂദജാതിയെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ബൈബിൾ പ്രവചനമാണ്. About the nation of the Jews, about Israel, it is mentioned as a prophecy. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:32 വായിക്കുമ്പോൾ യഹൂദൻ ശക്തിപ്പെടുമെന്നും ഇസ്രായേൽ ഒരു വലിയ ശക്തിയായി തീരുമെന്നും നമുക്ക് കാണുവാൻ കഴിയും. In Matthew 24:32 we can see Israel become a strong nation. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിന്, അതിന്റെ കൊമ്പ് ഇളതായി എന്നാണ് എഴുതിയിരിക്കുന്നത്. It is mentioned, now lay on a parable of the fig tree when his branch is yet tender. അത്തിയുടെ കൊമ്പ് ഇളതാകുക എന്ന് പറഞ്ഞാൽ യഹൂദന്റെ പ്രൊഡക്റ്റ് ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. When the branch is tender, that means the products of the Jews are being sold in this world. ഇന്ന് കാർഷിക രംഗത്തിൽ ഏറ്റവും മുൻപോട്ട് നിൽക്കുന്ന ഇസ്രായേലാണ്. And now in technology the most advanced is Israel. വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെല്ലാം അതേ വളരെ ശാസ്ത്രജ്ഞന്മാരെല്ലാം പറന്നിറങ്ങുകയാണ് ഇസ്രായേലിലേക്ക്. And all the scientists are coming to Israel to learn of the technologically advanced ways of agriculture. എങ്ങനെയാണ് ഈ കൃഷിഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്? How can we increase the yield of the crop? എല്ലാവിധത്തിലും ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. And Israel has become dominant in all fields of technology. പ്രവാചകനായ സെഖരിയാവ് പറയും, ഇസ്രായേൽ ലോകത്തിന് ഭാരമുള്ള ഒരു കല്ലായി തീരും. And Zechariah, the prophet, he said, Israel become a heavy stone for the nation. സെഖരിയാ പ്രവചനം 12:2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ഭാരമുള്ള ഒരു കല്ലായി മാറുകയാണ്. And in Zechariah chapter 12 verses 2 and 3 we can see, and Israel become a heavy stone. അവനെ തൊടുന്നവനെല്ലാം കഠിനമായി മുറിവേൽക്കുമെന്ന് എഴുതിയിരിക്കുന്നു. And all those who touch it will be grievously wounded. ഇസ്രായേൽ ഒരു വൻ ശക്തിയായി മാറുകയാണ്. And they are becoming a strong nation. 2022 മുതൽ 2023 വരെയുള്ള ഒരു വർഷത്തെ കണക്കെടുത്താൽ യഹൂദൻ തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. 60,000 യഹൂദന്മാർ സ്വന്തം രാജ്യത്തിലേക്ക് പോയെന്ന ഒരു വർഷം കൊണ്ട്. From 2022 to 2023 we can see almost 60,000 Jews have returned back to their homeland of Israel. ഇസ്രായേൽ ഒരു വൻ ശക്തിയായി തീർന്നിരിക്കുകയാണ്. Israel has become a strong nation. അവൻ ഭാരമുള്ള കല്ല്, ലോകരാജ്യങ്ങൾക്ക് ഒരു വലിയ ഭാരമുള്ള കല്ലായിട്ട് മാറിയിരിക്കുന്നു. And he has become a burdensome stone or a heavy stone for all the nations. തൊടുന്നവനെല്ലാം കഠിനമായി മുറിവേറ്റുകൊണ്ടിരിക്കുന്നു. And all those who are touching upon that, they are grievously wounded. ഞങ്ങൾക്ക് ഇസ്രായേലിനോട്
യഹൂദനോട് വലിയ മമതയൊന്നുമില്ല, എന്നാൽ ബൈബിൾ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. We are not showing any compassion towards Jews or Israel, but what the word of God is saying, we are saying it. ലോകത്തിലുള്ള എല്ലാ യഹൂദന്മാരും സ്വന്തം രാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. And all the Jews in this world are coming back to their homeland of Israel. തൃശൂർ ജില്ലയിൽ മാള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തൃശൂർ ജില്ലയിൽ മാള. In Thrissur district, there is a place called Mala. മാളയിൽ നമുക്ക് അവിടെ ഒരു ഫെയ്ത്തുമുണ്ട്, വിശ്വാസ വീടുണ്ട്. We also have a faith home in that place. മാള എന്ന വാക്ക് മലയാള വാക്കല്ല, ഹീബ്രു വാക്കാണ്. This word Mala is a Hebrew word. It's not a Malayalam word. മാള എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ എന്നാണ്. And Mala means refugees. യഹൂദൻ വന്ന് മട്ടാഞ്ചേരിയിൽ മാത്രമല്ല, കൊച്ചിയിൽ മാത്രമല്ല പാർത്തത്, അവിടെ തൃശ്ശൂരിൽ വന്ന മാള എന്ന് പറയുന്ന സ്ഥലത്തും പാർത്തതാണ്. These Jews did not only settle in Matanjeri in Kochi, they also settled in this place called Mala in Thrissur. മാള എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദന്റെ ഒരു സിനഗോഗ് ഉണ്ട് അവിടെ. And there is a synagogue in this Mala. അവരുടെ ശവക്കല്ലറ അവിടെ ഉണ്ട്. There is a sepulchre there. എന്നാൽ ഒറ്റ യഹൂദൻ പോലും അവിടെ ഇല്ല. അവരെല്ലാവരും സ്വന്തം രാജ്യത്തിലേക്ക് But പോയിരിക്കുന്നു. there are no Jews there. They have all returned back to Israel. ഇന്ന് അത് സംരക്ഷിക്കുന്ന മാള പഞ്ചായത്തുകാരാണ് ആ യഹൂദന്റെ സ്ഥലം സംരക്ഷിക്കുന്നത്. And that land of the Jews are protected by the Mala Panchayat. ലോക രാജ്യങ്ങൾക്ക് ഒരു വലിയ ശക്തിയായി ഭാരമുള്ള ഒരു കല്ലായി ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. And Israel has become a burdensome stone or a force to be reckoned with among the nations. ബൈബിൾ പ്രവചനങ്ങൾ നിവൃത്തിയാകുകയാണ്. And the prophecies in the Bible are being fulfilled. മാത്രമല്ല അനേക പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. And not only that, many other prophecies are also fulfilled. ലോക രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. And prophecies concerning the nations of the world are fulfilled. മൂന്നാമതൊരു ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് ബൈബിൾ പ്രവചനമാണ്. It is the prophecy of the Bible that there is going to be a third world war. ഇന്നത്തെ മനുഷ്യന്റെ എല്ലാവിധമായ കണ്ടുപിടുത്തങ്ങളും ബൈബിൾ പ്രവചനമാണ്. All the inventions and discoveries of man is a Bible prophecy. റെഫ്രിജറേറ്റർ മുതൽ കമ്പ്യൂട്ടർ മാത്രമല്ല, ആ കൃത്രിമ മനുഷ്യൻ വരെയും യന്ത്ര മനുഷ്യൻ വരെയും മനുഷ്യന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുക. And in the Bible it is mentioned about the discovery of computers and even of artificial man or robots. ബൈബിൾ പ്രവചനങ്ങൾ നിവൃത്തിയാകും. Because the Bible prophecies are being fulfilled. യേശുവിന്റെ മടങ്ങിവരവ് എത്രയും വേഗം സംഭവിക്കും. The coming of the return of Jesus will take place very soon. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. Oh, thou that hearest prayer, unto thee shall all flesh come. മനുഷ്യൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം? Why should man come back to God? ആലയത്തിന് നന്മയുണ്ട്. There is a goodness in the house. അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് വചന ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. Let me say one more thing and conclude. വെളിപ്പാട് പുസ്തകം 65 7 വാക്യം വായിക്കും. സങ്കീർത്തനം 65 7 വാക്യം വായിക്കുമ്പോൾ When we read Psalm 65 verse 7, അവിടെ എഴുതിയിരിക്കുന്നത് സമുദ്രത്തിന്റെ മുഴക്കം, and we can see about the noise of the sea തിരമാലയുടെ കോപം and the anger of the waves, എല്ലാം ശമിപ്പിക്കുന്നവനാണ്. that he will still. ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ട്. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും സമുദ്രത്തിന്റെ മുഴക്കം, തിരമാലകളുടെ കോപവും തിരമാലയുടെ കോപം, ജാതികളുടെ കലഹവും ജാതികളുടെ കലഹം ശമിപ്പിക്കുന്നവനാണ്. സകലത്തിനുമേലും അധികാരം നമ്മുടെ കർത്താവിനുണ്ട്. Our God has authority over everything. നമ്മുടെ കർത്താവ് അധികാരമുള്ളവനാണ്. Our God is a person of authority. യേശുവിന് അധികാരം കിട്ടി. Jesus received that authority. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് യേശു പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നു, യോഹന്നാനേ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. Jesus overcame death and he appeared unto John in the island of Patmos and said, I have the keys of hell and death. താക്കോൽ ആരുടെ കൈവശമിരിക്കുന്നു? അവനാണ് അധികാരി. He who has the keys has the authority. യേശു സകലത്തെയും ജയിച്ചു, മരണത്തെ ജയിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് സകല അധികാരവും യേശുവിന് ലഭിച്ചിരിക്കുക. Jesus overcame death, he rose again, and now he has the keys of hell and death. യേശുവിന് രോഗത്തെ പാപത്തെ ക്ഷമിക്കാനുള്ള അധികാരമുണ്ട്. Jesus has the ability or the authority to heal sickness and to forgive sins. യേശുവിന് സൗഖ്യമാക്കാനുള്ള അധികാരമുണ്ട്. Jesus has the authority to heal sickness. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനുള്ള അധികാരം യേശുവിനുണ്ട്. Jesus has the authority to drive away evil spirits. മാത്രമല്ല യേശുവിന് ഭരിക്കുവാനുള്ള അധികാരമുണ്ട്. Not only that, Jesus has the authority to reign and rule. യേശുവിന് വിധിക്കാനുള്ള അധികാരമുണ്ട്. Jesus has the authority to judge. യേശു ഭരിക്കാൻ പോകുകയാണ്. Jesus is going to rule. യേശു വിധിക്കാൻ പോകുകയാണ്. Jesus is going to judge. യേശു എപ്പോഴാണ് ഭരിക്കാൻ പോകുന്നത്? When is Jesus going to rule? ബൈബിൾ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. And the Bible says one king is going to rule in righteousness. പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. And the princes shall reign righteously. അടുത്തത് പറയുന്നു, അവൻ ന്യായം വിധിക്കാനുള്ള അധികാരം യേശുവിനുണ്ട്. There is an authority of Jesus to rule righteously. അനന്തരം ഒരു വെള്ള സിംഹാസനം ഞാൻ കാണുന്നു. And I see a white gold throne. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. I see one who is sitting upon it. പുസ്തകങ്ങൾ തുറന്നിരിക്കുന്നു. And the books were opened. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മനുഷ്യന് ന്യായവിധി ഉണ്ടായി. And men were judged according to what was written in those books. ആ സിംഹാസനത്തിൽ
ഇരിക്കുന്നവൻ ആരാ? Who is the one who is seated on the throne? അത് സകലത്തെയും ജയിച്ച നമ്മുടെ യേശുവാ. That is Jesus who has overcome everything. അവന് അധികാരമുണ്ട്. He has authority. അവന് വിധിക്കാനുള്ള He has അധികാരമുണ്ട്. authority to judge. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളിയിടാൻ അധികാരമുണ്ട്. He has the authority to cast everyone whose names are not written in the book of life into hellfire. ഈ മീറ്റിംഗ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ഒരു മീറ്റിംഗ് ആയി തീരട്ടെ. Let this meeting be a meeting wherein your name is written in the book of life. പ്രിയ സഹോദരാ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? Dear brother, is your name written in the book of life? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? If you die tonight, where will you spend your eternity? സ്വർഗത്തിലോ നരകത്തിലോ? Is it in heaven or hell? സ്വർഗം എവിടെ? Where is heaven? നക്ഷത്രഗോളങ്ങൾക്കപ്പുറം. Beyond all the galaxies. നരകം എവിടെ? Where is hell? ഭൂമിക്കടിയിലാ. Under the earth. നരകം ഭൂമിക്കടിയിലാ. Hell is under this earth. നരകത്തിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം എന്ത്? What is the meaning according to Oxford Dictionary for hell? നഷ്ടപ്പെട്ടു പോയവരുടെ മരണാനന്തര വീടെന്നാണ്. That is the place of the people who are lost. ഒരായുസ് ദൈവം കൊടുത്തിട്ട് ദൈവകൽപ്പനയെ അനുസരിക്കാതെ ഇങ്ങനെയുള്ള സുവിശേഷ സത്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ ജീവിക്കുന്നവർ. For the people who have not heeded to the counsel and to the gospel of God, even when they live for one age. ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞു കളയുന്നവർ. Those who have cast the word of God behind them. ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർ. Those who live without any fear of God. അവർ ചെന്ന് ചേരുന്ന സ്ഥലമാണ് നിത്യ നരകം. And that is the place of hellfire. എന്നാൽ ഈ മീറ്റിംഗ് അനേകരുടെ പേര് സ്വർഗത്തിൽ എഴുതുന്ന ആ പേര് എഴുതുന്നതായി തീരട്ടെ. But let this meeting be a meeting wherein many names are written in the book of life. നിത്യമായൊരു സൗഭാഗ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. God is preparing for you an eternal bliss. ഈ ഭൂമിയിലെ വാസം വേഗം തീരും. The life on this earth is going to conclude very soon. ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും വിട്ട് ഒരു ദിവസം യാത്രയാകും. Whatever you seem to have, you're going to bid goodbye and bid adieu and leave this world. മരിച്ചാൽ നാം എവിടെ ചെന്ന് ചേരും? Where will you reach after you die? എവിടെയാണ് നാം ചെന്ന് ചേരുന്നത്? What is our destination? രാത്രി ഒരു അറിവുണ്ടാകട്ടെ. You must have this knowledge tonight. സകലത്തിനും അധികാരമുള്ള യേശുവിന്റെ പാദപീഠത്തിലാണ് നാം You ആയിരിക്കുന്നത്. have come to the footstool of Jesus who has all authority. ഈ വചനത്തിന്റെ മുൻപാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കും. Shall we surrender ourselves before the word of God? കണ്ണുകളെ അടയ്ക്കാം. Shall we close our ഈ eyes? നേരം തിരുവചനമാണ് And സംസാരിച്ചുകൊണ്ടിരുന്നത്. hitherto we have been speaking the word of വചനം God. വെച്ചൊരു ന്യായവിധി ഉണ്ട്. According to the word there is judgment. ന്യായവിധിക്ക് വേണ്ടി ഒരു സിംഹാസനം There is ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. a throne prepared for the judgment. ന്യായവിധിക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ട്. There is a day of judgment. ന്യായവിധിക്കായി ഒരു ന്യായാധിപൻ And ഒരുക്കപ്പെട്ടിരിക്കുന്നു. there is a judge who's getting ready for that judgment. ഇന്ന് രാത്രി നിന്റെ പാപത്തെ ക്ഷമിക്കാൻ യേശുവിന് അധികാരമുണ്ട്. Today Jesus has the authority to forgive your നിന്നെ sins. സൗഖ്യമാക്കുവാൻ അധികാരമുണ്ട്. He has authority to heal your sickness. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയും. Jesus is able to solve your problems. ഒരു നിമിഷം മുഴങ്കാൽ മടക്കാം. For a moment be on your knees. വലതുകരം സ്വർഗത്തേക്ക് Lift ഉയർത്താം. up your right hand towards heaven. കരം നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. Shall we lift up towards heaven? കരം നാം നീട്ടുകയല്ല ചെയ്തിരിക്കുന്നത്. We are not lifting up our hands. കരം ഉയരത്തിലേക്കാണ് We ഉയർത്തി. are lifting it towards heaven above. ഉയരത്തിൽ ഒരുവനുണ്ട്. There is one above. അവൻ നമ്മുടെ കരം കാണട്ടെ. He is seeing our അവൻ hands. നമ്മെ വെറും കൈയായി വിടുന്നവനല്ല. He will not leave us empty-handed. കർത്താവിന്റെ പാദപീഠത്തിൽ വരുന്നവരെ അനുഗ്രഹിക്കുന്നവനാ. Jesus is one who blesses those who come to his നിറവായ footstool. അനുഗ്രഹമുണ്ട്. There is a blessing for you. രാത്രി നിറവായ അനുഗ്രഹമുണ്ട്. There is a fullness of blessing. യേശുവിനെ സൗഖ്യമാ. Jesus is going to heal you. കാഹളത്തിന്റെ ശബ്ദം കേൾക്കാറാ. And the voice of the trumpet is going to be ദൂതന്മാർ sounded. കാഹളമൂതാറാ. And angels are going to sound the trumpet. വേഗം യേശു മടങ്ങി വരും. Jesus will return very soon. വരവിനായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? Are you ready for that നാളെ return? ഇങ്ങനെ ഒരു സുവിശേഷ മീറ്റിംഗ് ഇവിടെ ഇല്ല. There is no gospel meeting tomorrow. ഇങ്ങനെ വിശുദ്ധന്മാരെ കാണാൻ You കഴിയയില്ല. cannot see the saints tomorrow. ഇത്രയും ദൈവമക്കളെ കാണാൻ കഴിയയില്ല. You cannot see so many people of God ഇന്ന് tomorrow. രാത്രി ഒരു സുവർണ അവസരമാണ്. Tonight is a golden opportunity. യേശുവിലേക്ക് മടങ്ങി വരൂ. You come back to Jesus. യേശു നിന്നെ വിളിക്കുന്നു. You call upon Jesus. ദൈവത്തിന്റെ മകനായി നീ ജീവിക്ക. You live as a child of God. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. You will have peace in your family. സ്വസ്ഥതയവൻ നൽകും. You will have rest. വരവിനായി ഒരുങ്ങ. And you'll get ready for his അടുത്ത coming. പാട്ടിന്റെ അടികൾ നമുക്ക് ചേർന്ന് പാടാം. Shall we sing the chorus? ആനന്ദമേ നിത്യാനന്ദമേ. A joy and eternal joy. അവനോട് വാഴും കാലം എത്രയാനന്ദം. At the time that we spend with our Lord, how blissful. കേൾക്കാറായിതൻ കാഹളധ്വനി. And we are going to hear the sound of the trumpet. പോകാറായി പാർത്ഥലം വിട്ട്. We are going to leave this world. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? How many of you have that hope? കരമടിച്ച് കോറസ് പാടാം. Shall we clap our hands and sing this song? ആനന്ദമേ നിത്യാനന്ദമേ. Eternal joy, eternal bliss. കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. The time that is spent with our Lord, how much നമുക്ക് joyful. ചേർന്ന് ആ കോറസ് പാടാം. Shall we sing that chorus? കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ. ഈ മക്കൾ ചേർന്ന് പാടിയാ.
നമ്മൾ എത്രയോ സൗഭാഗ്യശാലികളാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന അകൃത്യം മോചിപ്പിക്കപ്പെട്ട മനുഷ്യൻ ആലയത്തിലെ നന്മ അനുഭവിച്ച് തൃപ്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ വേഗത്തിൽ ഒരു ശബ്ദം കേൾക്കുവാൻ പോകുകയാണ്. യാഗം കഴിച്ച നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിനെന്നാണ്. അതെ, നാം കേട്ട വചനത്തിനൊത്തവണ്ണം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം, അതെ, ഞാൻ വേഗം വരുന്നു. തന്റെ അടുക്കലേക്ക് വരുന്നവരെ തള്ളിക്കളയാത്തവനായ കർത്താവ്, വിശുദ്ധീകരിച്ച് പൂർണ്ണരാക്കി മാറ്റുന്ന കർത്താവ്, തന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപനാക്കി മാറ്റുന്ന കർത്താവ്, ആലയത്തിലെ നന്മയാൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്റെ വരവിനായി അവരെ ഒരുക്കുന്നവനായ കർത്താവ് ഈ രാത്രികാലം തേജോമയനായി നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ആരും മൃതാവായി മടങ്ങിപ്പോകരുത്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. യാഗം കഴിച്ച നിയമം ചെയ്ത വിശുദ്ധന്മാർ അവന്റെ അടുക്കൽ ചേർക്കപ്പെടുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽ പറന്നുയരുമെന്നുള്ള ആ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങ് ചെന്ന് കാണുവാൻ പ്രിയൻ പൊന്മുഖം. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അതെ, വാസ്തവമായി എത്ര ദൈവമക്കളത് വിശ്വസിക്കുന്നു. കേൾക്കാറായി തൻ കാഹളധ്വനി, പോകാറായി നമ്മെ പ്രാർത്ഥന വിട്ട് എത്ര പേരത് വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന വിട്ട് നമ്മൾ കടന്നു പോകുവാനുള്ള സമയം അത് ഏറ്റവും സമീപിച്ചു വന്നിരിക്കുകയാണ്. നമുക്കൊരു പ്രാവശ്യം കൂടി ആ കോറസ് പാടി ആത്മാവിൽ സന്തോഷിച്ച് ബലം പ്രാപിച്ചു മടങ്ങിപ്പോകാം. കേൾക്കാറാം ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുറേ കേൾക്കാറായി തൻകാഹളധ്വനി നപ്പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുറേ കേൾക്കാറായി തൻകാഹളധ്വനി നപ്പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുറേ കേൾക്കാറായി തൻകാഹളധ്വനി നപ്പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറുമ്പുറേ കേൾക്കാറായി തൻകാഹളധ്വനി നപ്പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറുമ്പുറേ. Hallelujah.
നമുക്കെല്ലാവർക്കും ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നാം കർത്തൃപാദപീഠത്തിൽ കടന്നു വന്ന ആ സമയം മുതൽ ഇതുവരെയും തിരു സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സ്വർഗം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യാശയുടെ ഗാനങ്ങൾ ആലപിച്ച് ആത്മാവിൽ ആരാധിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യത്തെ കർത്താവ് നൽകിയതിനായി സ്തോത്രം ചെയ്യാം. മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ ഈ രാത്രി കാലവും കർത്താവ് നമ്മെ അറിയിച്ചതിനായി സ്തോത്രം ചെയ്യാം. കേട്ട വചനത്തിന് ഒത്തവണ്ണം ദൈവ സന്നിധിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ കിരീടത്തിന് യോഗ്യരായി തീരുവാൻ തക്കവണ്ണം, നിത്യമായ പ്രതിഫലങ്ങൾക്ക് യോഗ്യരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതേ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടവരായി കാണപ്പെടുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണം. അതിനായി വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ രാത്രികാലം തിരുവചന സത്യങ്ങൾ കേട്ട ആരെങ്കിലും അതെ പ്രാർത്ഥന കേൾക്കുന്നവനായ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരാത്തവരായിരിക്കുന്നു എങ്കിൽ ആ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അകൃത്യം പോക്കപ്പ് നീക്കപ്പെട്ടവരായി ആലയത്തിലെ തൃപ്തി അനുഭവിച്ച സന്തുഷ്ടരായി സംതൃപ്തിയുള്ളവരായി തീരുവാനും കർത്താവിന്റെ അധികാരത്തെ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാവற்றிൽ നിന്നും വിടുതൽ പ്രാപിച്ച് നിത്യതയിൽ കർത്താവിനോട് കൂടെ കാണപ്പെടുവാൻ യോഗ്യരായി തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ. അതിനായി നമുക്ക് വീണ്ടും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ അറിയിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്റെ ദാസന്മാരെ ശക്തീകരിച്ച് കൃപയാൽ നിറച്ച് പുതിയ അഭിഷേകത്താൽ നിറച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇങ്ങനെ 2 ദിവസത്തെ മീറ്റിംഗ് ഇവിടെ നടത്തുവാൻ തക്കവണ്ണം അതെ സായാഹ്നത്തിൽ പലയിടങ്ങളിൽ നല്ല ശക്തമായ മഴ പെയ്തു എങ്കിലും മീറ്റിങ്ങിന് യാതൊരു തടസ്സവും ഉണ്ടാകാതെ പ്രകൃതിയെ ദൈവം അനുകൂലമാക്കി തന്നു. ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന കർത്താവിന് നമുക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ മാനവ മഹത്വവും നമ്മുടെ കർത്താവിന് നൽകിക്കൊണ്ട് വേണ്ട കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മെ നടത്തുന്ന നമ്മുടെ വിശുദ്ധന്മാർക്കൊക്കെയും ശാരീരിക സൗഖ്യവും ആരോഗ്യവും ബലവും കൃപയും ദീർഘായുസ്സും കൊടുത്ത് കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ത്രിയേക ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തോത്രം. ഇന്നലെയും ഇന്നുമായി കർത്താവേ, 2 ദിവസങ്ങളിൽ കർത്താവേ ദേശത്തിന്റെ മധ്യേ കർത്താവേ ഞങ്ങൾക്ക് ഇങ്ങനെ സുവിശേഷ മീറ്റിംഗ് നടത്തുവാൻ അവിടുന്ന് കർത്താവേ കൃപ ചെയ്തതോർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രതികൂലങ്ങളുടെ മധ്യേയും അനുകൂലമായ ദൈവം ഞങ്ങളോട് കൂടിയിരുന്ന ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവെ അവിടുത്തെ കൃപയിൽ കർത്താവെ മീറ്റിംഗ് കർത്താവെ നടത്തപ്പെടുവാനിടയായതിനാൽ നന്ദിയോട് സ്തോത്രം. 2 ദിവസങ്ങളിലായി ദൈവവചനം ശ്രവിപ്പാനായി കർത്താവെ ദൂരത്തുനിന്നും ചാരത്തുനിന്നും കർത്താവെ നിന്റെ ജനത്തെ കൂട്ടിവരുത്തി അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവിലുള്ളതായ വിശ്വാസത്തെയും പ്രത്യാശയും ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാൻ ഞങ്ങൾക്കിടയായതിനാൽ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. 2 ദിവസങ്ങളിലായി കർത്താവെ തിരുവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങളിൽ കർത്താവെ ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. പ്രാർത്ഥന കേൾക്കുന്നവയായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിയുവാൻ കർത്താവെ പ്രസ്താവിക്കപ്പെട്ടതായ പ്രഘോഷിക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനം കർത്താവെ അവിടുന്ന് പര്യാപ്തമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഈ ദേശത്തിന്റെ മധ്യേ കർത്താവെ ദേശവാസികളെ അവിടുന്ന് സ്നേഹിച്ച ഈ ദേശത്ത് കർത്താവെ ഇങ്ങനെയൊരു ആലയം കർത്താവെ സകല ജാതികൾക്ക്
ദിവസങ്ങൾക്ക് നിന്നെ വാഴ്ത്തുവാനും നിന്നെ സ്തുതിപ്പാനും നിന്നെ ആരാധിച്ച മഹത്വപ്പെടുത്തുവാനും നിന്റെ ആലയത്തിലെ നന്മയെ അനുഭവിപ്പാനും ഈ ദേശത്തിന് മധ്യേ ഇങ്ങനെ മനോഹരമായ ഒരാലയം തന്ന കർത്താവെ, കഴിഞ്ഞ ദിവസം അതാ ദൈവത്തിനായി പ്രതിഷ്ഠിപ്പാനെല്ലാം ഇടയാക്കിയതിനായി അങ്ങയെ വാഴ്ത്തുന്നു. ഈ ദേശത്ത് കർത്താവെ വിശ്വസ്തരായ അനേക ആത്മാക്കളെ കർത്താവെ അവിടുന്ന് സന്ദർശിച്ച ഈ ആലയത്തിൽ കൂടി വരുവാൻ, ഈ ആലയത്തിൽ കടന്നു വന്ന ദൈവകൃപയെ അനുഭവിപ്പാൻ, ആലയത്തിലെ നന്മയെ അനുഭവിച്ച തൃപ്തരായി തീരുവാൻ കർത്താവെ നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് കർത്താവെ നിനക്കായി ഒരുക്കപ്പെടുവാൻ, നിന്റെ രക്ഷയ്ക്കായി നിന്റെ നിത്യജീവനായി കർത്താവെ ഒരു കൂട്ടം ആത്മാക്കൾ ഈ കൊടുവൻ ദേശത്തുനിന്ന് കർത്താവെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഈ കർത്താവെ ഈ മീറ്റിംഗും കർത്താവെ ഈ ആലയവും അതിനൊരു കാരണമായി തീരുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. 2 ദിവസങ്ങളിലായി ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ നിന്റെ അഭിഷിക്തന്മാരെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പ്രസ്താവിക്കപ്പെട്ടതായ ദൈവവചനം കർത്താവെ അത് 30, 60, 100 മേനിയായി ഈ ദേശത്തിന് മധ്യേ ഫലം കൊടുപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. ചുറ്റുപാടുകളായ ഭവനങ്ങളെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. നൽകി തന്നായ ഓരോ ശുശ്രൂഷയും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. തുടർന്നും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളോടുകൂടി ഇരിക്കണമേ. ഈ ദേശത്തിന് കർത്താവെ വേല ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിക്കണമേ. പ്രതിഷ്ഠിക്കപ്പെട്ടതായ അവിടുത്തെ വിശുദ്ധന്മാരെ ഈ വേലയ്ക്ക് കർത്താവെ അവിടുന്ന് ദാനം ചെയ്ത ഈ ദേശത്തിന് മധ്യേ അനുഗ്രഹമായിരിക്കാൻ, ദേശവാസികൾക്കൊരു അനുഗ്രഹമായിരിക്കാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇവിടെ തന്നിരിക്കുന്നതായ അല്പജനത്തെ കർത്താവെ നീ അനുഗ്രഹിച്ച, വർദ്ധിപ്പിച്ച, കർത്താവെ ആശീർവദിച്ച നിന്റെ പ്രത്യക്ഷതയ്ക്കായി കർത്താവെ ഒരു കൂട്ടം ആത്മാക്കൾ ഈ ദേശത്തുനിന്ന് ഒരുക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവെ ദൈവവചനം കേട്ടതായ നിന്റെ ജനത്തെ കർത്താവ് അവിടുന്ന് സന്ദർശിക്കണമേ. കടന്നു വന്നവരൊക്കെയും കർത്താവ് വിവിധമായ ഭാരത്തോടെ കടന്നു വന്നവരൊക്കെയും ഭാരങ്ങൾ അകന്ന കർത്താവ് രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ അവർ സൗഖ്യത്തോടെ മടങ്ങുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. കർത്താവെ ഈ ആലയത്തിൽ കടന്നു വരുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെതായ രക്ഷയും ദൈവത്തിനുള്ളതായ സൗഖ്യവും ദൈവികമായ അനുഗ്രഹങ്ങളും പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവെ ഈ രാത്രികാലവും കടന്നു വന്ന നിന്റെ ജനം മടങ്ങിപ്പോകുമ്പോൾ അവരുടെ യാത്രയിലെല്ലാം ദൈവം കൂടിയിരുന്ന എവിടെയായിരുന്നാലും കർത്താവെ ഞങ്ങളിൽ ഓരോരുത്തരിലും ദൈവം ആരംഭിച്ചതായ നല്ല പ്രവൃത്തി തികച്ചുകൊണ്ട് നിന്റെ പ്രതിഫലത്തിനായി നിന്റെ പ്രത്യക്ഷതയ്ക്കായി ഞങ്ങൾ ഒരുങ്ങി കാത്തിരിപ്പാൻ കൃപ ചെയ്യുമാറാകണമേ. ഈ രാത്രികാലം കർത്താവെ സൃഷ്ടിക്കുന്ന സമയം അവിടുത്തെ കൃപ കൂടിയിരുന്നാട്ടെ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമേ. അവിടുത്തെ വരവിനായ അടിയങ്ങൾ ഏവരെയും പൂർണ്ണപ്പെടുത്തി ഒരുക്കിയാട്ടെ. താഴ്ത്തുതരക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധന്മാരോടും നമ്മോടും വിശേഷാൽ ദൈവജനം ശ്രമിച്ചു മടങ്ങിപ്പോകുന്ന ദൈവജനത്തോടും കൂടെ കർത്താവിന്റെ വീണ്ടും വരവരെയും ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവർ മുന്നോട്ട് വന്നാൽ കർത്തൃ ശുശ്രൂഷകർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും സ്നേഹിതരേ, ഭാരം ചുമപ്പവരേ, അധ്വാനിക്കും സ്നേഹിതരേ, ആശ്വാസം നിങ്ങൾക്കെങ്ങേകിടുവാനായി രക്ഷകനേശു വിളിച്ചിടുന്നു. ആശ്വാസം നിങ്ങൾക്കെങ്ങേകിടുവാനായി രക്ഷകനേശു വിളിച്ചിടുന്നു. ആശയോടെ യേശുവിൻ ചാരെ വരൂ, ആശ്വാസം നൽകുമവൻ. ആശയോടെ യേശുവിൻ ചാരെ വരൂ, ആശ്വാസം നൽകുമവൻ. അധ്വാനിക്കും സ്നേഹിതരേ, ഭാരം ചുമപ്പവരേ, അധ്വാനിക്കും സ്നേഹിതരേ, നിങ്ങൾ തൻ ക്ലേശങ്ങളിലാകിലും
ക്ലേശം